രുടെ മേലിൽ വരേണ്ട മാംസങ്ങൾ വീഴുന്നത് ഈ ആവരണം ചെയ്തിട്ടുള്ള ഒരു ഘട്ടം. ആ ഘട്ടവും കഴിഞ്ഞിട്ട് ആത്മാവിനെ ബന്ധപ്പെടുത്തുന്നതോടുകൂടെ ശരിയായ പൂർണ്ണ വളർച്ചയെത്തിയ ഒരു മനുഷ്യനായി മാറുന്ന ഈ ഏഴാമത്തെ ഘട്ടം, ഈ 7 ഘട്ടങ്ങളെയും ഓർമ്മിപ്പിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നൃത്തം, റുകൂഅ്, സുജൂദ്, ഇഅ്തിദാൽ, ഖഅദത്ത്, ജൽസത്ത് എന്നിങ്ങനെയുള്ള ഇടപാടുകൾ 7 കർമ്മങ്ങൾ അല്ലാഹു നിസ്കാരത്തിൽ നിശ്ചയിച്ചത് നോക്കിയാൽ നമ്മുടെ 5 ഘട്ടങ്ങളുടെ ആത്മാവിനെ നിസ്കാരത്തിന്റെ പ്രവൃത്തികളിൽ കാണാം. ഈ ആത്മാവിനെ തന്നെ ഒട്ടാകെ വെച്ചിട്ട് അതിന്റെയും ആത്മാവിനെ 7 ആയത്തുകൾ എന്ന ഫാത്തിഹ സൂറത്തിൽ കാണാം. 7 ആയ വലഖദ് ആതൈനാക സബ്അൻ മിനൽ മഥാനി വൽ ഖുർആനൽ അദീം. 7 ആയത്താണല്ലോ ഫാത്തിഹ സൂറത്തിൽ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിസ്മിയെ ഒന്നാക്കി കൂട്ടിയാലും ഒന്നാക്കി കൂട്ടിയില്ലെങ്കിലും 7 ആയത്ത്. ഈ 7 ആയത്തുകൾ 7 പ്രവർത്തനങ്ങളുടെ സാരാംശമായി ബന്ധപ്പെടുത്തി ഇമാമുകൾ പഠിപ്പിക്കുന്നുണ്ട്. അവസരമില്ലാത്തതുകൊണ്ട് ഞാൻ പരത്തി വിശദീകരിക്കുന്നില്ല. നമ്മുടെ ഘട്ടങ്ങളെ നിസ്കാരത്തിന്റെ പ്രവർത്തനങ്ങളും നിസ്കാരത്തിന്റെ പ്രവർത്തനങ്ങളുടെ ആത്മാവായി ആ പ്രവർത്തനങ്ങൾ മുഴുവൻ ഉള്ളടങ്ങുന്ന ഫാത്തിഹ സൂറത്തും ആ സൂറത്തിലെ ഓരോ ആയത്തുകളും ബന്ധപ്പെടുത്തിയിട്ട് നിസ്കാരത്തിന്റെ കർമ്മത്തെങ്ങനെ വെച്ചോക്കി അപ്പം വരും ഖുശൂഅ്. അല്ലാഹു പറയും, നോക്കി وَإِنَّهَا لَكَبِيرَةٌ إِلَّا لِلْخَاشِعِينَ الَّذِينَ يَظُنُّونَ أَنَّهُم مُّلَاقُو رَبِّهِمْ وَأَنَّهُمْ إِلَيْهِ رَاجِعُونَ. അടക്കമില്ലാത്തവർക്ക്, ഒതുക്കമില്ലാത്തവർക്ക്, ഭക്തന്മാരല്ലാത്തവർക്ക്, ഖാശിഉകളല്ലാത്തവർക്ക് നിസ്കാരം ഭാരമാണ്, മനപ്രയാസമാണ്, താങ്ങാൻ കഴിയാത്ത ഭാരമാണ്. ഇന്ന് നിസ്കരിക്കണമല്ലോ, ഇനി നിസ്കാരം ഒന്ന് കഴിക്കണമല്ലോ, ഇനി ഒരു നിസ്കാരം നടത്താണ്ടല്ലോ. ഇത് ഖാശിഉകളല്ലാത്തവർക്ക് വലിയ ഭാരമാണ്. ഖുർആൻ പറയാ, ഖാശിഉകൾക്കോ ഭാരമല്ല, അവർക്ക് ഇഷ്ടമായ സുന്ദരമായ ഒരിടപാടാ. അല്ലാഹുവിന്റെ റസൂല് നിസ്കരിക്കാൻ വെമ്പുമ്പം പറയാറ്, യാ ബിലാൽ അരിഹനാ ബിസ്സലാ, ബിലാലേ ഒന്ന് നിസ്കരിക്കുക, നിസ്കാരം കൊണ്ട് നമ്മളൊന്ന് റാഹത്താക്കൂ. വജുഇലത് ഖുർറത്തു ഐനി ഫിസ്സലാ, നിങ്ങളുടെ ദുനിയാവിൽ നിന്ന് എനിക്ക് 3 അംശങ്ങൾ മതി. നിങ്ങളുടെ ഭക്ഷണത്തോട് എനിക്ക് മോഹമില്ല, നിങ്ങളുടെ വിഭവങ്ങളോട് എനിക്ക് മോഹമില്ല, നിങ്ങളുടെ മെത്തകളോട് എനിക്ക് മോഹമില്ല, നിങ്ങളുടെ ആരോടും എനിക്ക് മോഹമില്ല. പെണ്ണ് വേണം എനിക്ക്, ആ പെണ്ണുമായി ബന്ധപ്പെട്ടിട്ട് സുഗന്ധം വേണം എനിക്ക്. പിന്നെ ദുനിയാവിൽ എനിക്ക് ആകെയുള്ളത് എന്റെ ജീവിതത്തിൽ എന്റെ കണ്ണിന്റെ കുളിര്, എന്റെ ഹൃദയത്തിന്റെ കുളിര്, എന്റെ മനസ്സിന്റെ തണുപ്പ്, എന്റെ ഹൃദയത്തിന്റെ മുഴുവൻ റാഹത്ത് നിസ്കാരത്തിലാണ്. അല്ലാഹുവിന്റെ റസൂലിന് നിസ്കാരം അരിഹ്നായ ബിലാൽ ബിസ്സലാ, നിസ്കരിക്കുക ബിലാൽ, റാഹത്ത് കിട്ടട്ടെ ഒരൽപ്പം, മനസ്സിന്റെ റാഹത്ത് ലഭിക്കും നിസ്കാരത്തിൽ. ഖാശിഈങ്ങളുടെ നേതാവ് അല്ലാഹുവിന്റെ റസൂൽ. നമ്മളെ പോലത്തെ ആൾക്കാരും ഇങ്ങനെ നന്നായിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ ബന്ധം കൊണ്ട് കിട്ടിയ സുഹബത്ത് കിട്ടിയോല് കുറച്ചും കൂടി വലിയല്ല, അതിലും കൂടി ഇടപെട്ട് താഴ്ന്നത് കൂട്ടിയ സ്വഹാബികളിൽ എത്രയോ പേരുണ്ട്, അതിലും താഴ്ന്നോലുണ്ട്. എന്താണ് ഖാശിഈങ്ങളെ അല്ലാഹു വിവരിക്കുന്നത്, വിശേഷിപ്പിക്കുന്നത്? അല്ലദീന യദുന്നൂന അന്നഹും മുലാഖൂ റബ്ബിഹിം വഅന്നഹും ഇലൈഹി റാജിഊൻ. തീർച്ചയായും ഞങ്ങൾ അല്ലാഹുവിനെ കാണും, ഇവിടെ ജീവിക്കാനുള്ളവരല്ല, ഞങ്ങൾ അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നവരാണ്, മരിക്കുന്നവരാണ്. പടച്ചവന്റെ മുമ്പിൽ നിൽക്കപ്പെടുന്നവരും നിർത്തപ്പെടുന്നവരുമാണ്. ഇത് ഉറപ്പിക്കുന്നവർ, ഈ വിചാരത്തോടുകൂടെ നടക്കുന്നവർ ഖാശിഈൻ. ഇവർക്ക് നിസ്കാരം ഭാരമല്ല. നോക്കി അല്ലാഹു പറയുന്നു. അതിനർത്ഥം നിസ്കാരം കൊണ്ടുണ്ടായിത്തീരേണ്ട ഗുണമാണ് ഈ ഖുശൂഅ്. നിസ്കാരം കൊണ്ടുണ്ടായിത്തീരുന്ന ഖുശൂഅ് മനസ്സിന്റെ അകത്തെ വിചാരമാണ് ഇവിടെ പറയുന്നത്. സദാ ഉണ്ടായിക്കൊണ്ടിരിക്കേണ്ട ഖുശൂഅ്, നിസ്കാരത്തിന്റെ സമയത്തുണ്ടാകേണ്ട ഖുശൂഅ് അല്ല. നിസ്കാരത്തിന്റെ സമയത്തുണ്ടാകേണ്ട ഖുശൂഅ് എന്ന് പറഞ്ഞാൽ മനസ്സിനുമുണ്ട്, അവയവങ്ങൾക്കുമുണ്ട്. മനസ്സിന്റെ ഖുശൂഅ് എന്ന് പറഞ്ഞാൽ എന്ത് പ്രവൃത്തിയാണോ അവൻ നിസ്കാരത്തിന്റെ എടുക്കുന്നതെന്ന് വെച്ചാൽ അത് മാത്രം മനസ്സിൽ നിൽക്കുക. ഇത് നിസ്കാരത്തിന്റെ ഖുശൂഅ് ആണ്.
റുക്കുഅ് ചെയ്യുന്ന ആൾ റുക്കുഅയിൽ തസ്ബീഹ് ചൊല്ലുന്ന ആൾ തസ്ബീഹ്. ഇത് മനസ്സിൽ നിറഞ്ഞു നിൽക്കുക, മറ്റൊന്നിലേക്കും മനസ്സ് പോകാതിരിക്കുക. ഇതാണ് മാനസിക ഖുശൂഅ് നിസ്കാരത്തിൽ. നിസ്കാരത്തിലെ അവയവങ്ങളുടെ ഖുശൂഅ് അതത് കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതത് അവയവങ്ങളെ എവിടെയാ വെക്കാൻ പറഞ്ഞത്, എങ്ങനെയാ വെക്കാൻ പറഞ്ഞ അങ്ങനെ വെക്കുക തന്നെ അതിന്റെ അർത്ഥം. കൈ ഇവിടെ വെക്കാൻ പറഞ്ഞ അവിടെ തന്നെ. പിന്നെ അങ്ങോട്ട് എടുക്കലോ മാന്തലോ പിടിച്ചലോ തോണ്ടലോ മൂക്കിൽ കയ്യുള്ളോ അപ്പുറത്താക്കലോ വണ്ണം നന്നാക്കലോ കുപ്പായം ശരിയാക്കലോ ഒന്നും അതിന്റെ ഇടയിലില്ല. ഇതാ ഖുശൂഅ്. ഇവിടെ അല്ലാഹ് പറയുന്ന ഖുശൂഅ് അതല്ല. നിസ്കാരം ഭാരമല്ലാത്ത ആളുകളെ അല്ലാഹു വിവരിക്കുന്നത് സദാസമയവുമുള്ള ഖാശിഈൻ. നിസ്കാരത്തിൽ മാത്രമുള്ള ഖുശൂഅ്കാരല്ല, സദാസമയം ഖാശിഈൻ. ആരാ സദാസമയം ഖാശിഈൻ? ഖുശൂഉള്ളവർ, ഞാൻ മരിക്കും എന്നുറപ്പിക്കുന്നവർ. മരിച്ചാൽ അല്ലാഹുവിങ്കൽ എത്തും, ചോദ്യം ചെയ്യപ്പെടും, വിചാരണ നടത്തപ്പെടും, അള്ളാന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും, പരലോകത്ത് ജീവിക്കേണ്ടി വരും എന്നോർമ്മയുള്ളവർ. ഈ ഓർമ്മയുള്ളവർക്കാണ് നിസ്കാരം ഭാരമല്ലാത്തത്, അവർക്കാണ് നിസ്കാരം സന്തോഷകരമാകുന്നത്. ഇപ്പൊ നിസ്കാരം പ്രദാനം ചെയ്യേണ്ട ധർമ്മമല്ലേ ഈ ഖുശൂഅ്? അങ്ങനെ ധർമ്മം ചെയ്തിട്ടുള്ള ആളുകളുണ്ടല്ലോ. താബിഈങ്ങളിൽ ഒരു മഹാനുണ്ട്, റബീഉ ഇബ്നു ഖൈസം റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ കഥകൾ സുദീർഘമാണ്. ഞാൻ നിസ്കാരവുമായി ബന്ധപ്പെട്ട് മാത്രം പറയട്ടെ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ് അദ്ദേഹം. 20 കൊല്ലം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ സദാവെന്ന് കണ്ടുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിൽ നിന്ന് കേട്ട ഹദീസുകളും പാഠങ്ങളും ഇൽമുകളും പഠിച്ചിട്ടുള്ള മഹാനായ ശിഷ്യനാണ് റബീഉ ഇബ്നു ഖൈസം. ആ റബീഉ ഇബ്നു ഖൈസം റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നു, മാ ദഖൽതു ഫി സ്വലാത്തി ഖത്തു ഫഅഹമ്മനി ഫീഹാ ഇല്ലാ മാ അഖൂൽ വമാ യുഖാലു ലീ. നിസ്കാരത്തിന്റെ അകത്ത് ഞാൻ അങ്ങ് പ്രവേശിച്ചാൽ ഞാൻ എന്താണോ എന്റെ നാക്കുകൊണ്ട് ഉരുവിടുന്നത്, അല്ലെങ്കിൽ എന്നോട് എന്താണോ നിർദ്ദേശിക്കപ്പെടുന്നത്, ഞാനൊരായത്തോടുമ്പോ ആ ആയത്തിന്റെ അകത്ത് എന്നോടുള്ള നിർദ്ദേശമാണെങ്കിൽ ആ നിർദ്ദേശം മാത്രമാണ് എന്റെ മനസ്സിൽ. ഞാൻ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, പ്രകീർത്തിക്കുകയാണെങ്കിൽ അതുമാത്രമാണ് ആ സമയത്ത് എന്റെ മനസ്സിൽ. ഞാൻ പറയുന്നതോ എന്നോട് പറയപ്പെടുന്നതോ അല്ലാതെ എന്റെ മനസ്സിൽ മറ്റൊന്നുമില്ല ഒരു നിസ്കാരത്തിലും. ഇത് കണിശമായി ആണത്തത്തോടുകൂടെ ആർജവത്തോടുകൂടെ പറയാൻ കഴിയുന്ന ആളുകൾ നമ്മുടെ മക്കളിലുണ്ടായാം. എന്റെ മക്കളിൽ, നമ്മുടെ പിതാക്കളിലുണ്ടായിരുന്നു. പഴയ കാലത്തെ സലഫിൽ അവരിൽ പ്രമുഖരായ റബീഉ ഇബ്നു ഖൈസം. അദ്ദേഹത്തിന് നമസ്കാരത്തിൽ ഈ ഖുശൂഅ് ഉണ്ടാക്കി തീർത്ത ജീവിതത്തിലെ ഖുശൂഅ് എന്താണ്? വബശ്ശിരിൽ മുഖ്ബിത്തീൻ. സദാസമയവും മഹാനായ ഇബ്നു മസ്ഊദ് തന്റെ മുമ്പിലിരിക്കുന്ന ശിഷ്യനായ റബീഉ ഇബ്നു ഖൈസമിനോട് പറയുന്നത് വബശ്ശിരിൽ മുഖ്ബിത്തീൻ. അടക്കമുള്ള ഒതുങ്ങി മാത്രം ജീവിക്കുന്ന, കീഴ്പോട്ട് മാത്രം നോക്കുന്നതായ ആളുകൾക്ക് സ്വർഗം കൊണ്ട് സുവിശേഷമുണ്ട് ഖുർആനിൽ. അത് നിങ്ങൾക്കുള്ളതാണ്. ഓ റബീഉ, നിങ്ങളെങ്ങാനും മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടിരുന്നെങ്കിൽ തങ്ങൾ നിങ്ങളെ കണ്ട് സന്തോഷിക്കുമായിരുന്നു. ഞങ്ങൾ സ്വഹാബാക്കളെ കൂട്ടത്തിൽ റബീഉ നിങ്ങളുണ്ടെങ്കിൽ നിങ്ങളെ കണ്ട് നബി സന്തോഷിക്കുമായിരുന്നു. ഈ 20 കൊല്ലവും ഇബ്നു മസ്ഊദിന്റെ വീട്ടിലേക്ക് നിരന്തരം വരുന്ന ഈ ശിഷ്യനെ ഇബ്നു മസ്ഊദിന്റെ വീട്ടിൽ വെച്ച് കടന്നു വരുമ്പം വാതിൽ തുറന്നു കൊടുക്കുന്ന പെമ്പറിനോട് പറയുന്നത്, അന്ധന്ന കണ്ണുപൊട്ടൻ. വാതിലും അങ്ങനെ കൊട്ടിയിട്ട് ആരാ വന്നിക്കണെന്ന് വിവരറിയിച്ച പെണ്ണ് വന്നു നോക്കും. വെള്ളാട്ടി വന്നു നോക്കുന്ന നേരത്ത് കണ്ണു കാണാത്ത ഒരാളായിട്ടാ കാണുന്നത്. കാരണം ഒരിക്കൽ പോലും ഈ വെള്ളാട്ടി പെണ്ണ് തന്റെ മുഖത്തേക്ക് ഇയാൾ നോക്കുന്നത് കണ്ടിട്ടില്ല, കീഴ്പോട്ട് നോക്കുന്നതേ കണ്ടിട്ടുള്ളൂ. അപ്പൊ ആരാ വന്നത്? ഇബ്നു മസ്ഊദ് ചോദിച്ച അന്നേരം അദ്ദേഹം പറയുന്നു, സ്വദീഖുക്കൽ അഅ്മാ ഖദ് ജാ. നിങ്ങളാ കണ്ണുകൂടാത്ത സഹോദരല്ലേ മൂപ്പരാവുന്ന, നിങ്ങളാ കണ്ണുകൂടാത്ത സഹോദരൻ. ഇബ്നു മസ്ഊദ് കേൾക്കുമ്പോൾ ചിരിക്കും. നല്ലൊരു കണ്ണുകണ്ട മനുഷ്യൻ റബീഉ ഇബ്നു ഖൈസമിനെ കൊണ്ടുപോയിട്ട് കണ്ണുകൂടാത്ത ആളുകൾ എന്താ അടങ്ങി ഒരേ ഭാഗത്തേക്ക് മാത്രം നോക്കുന്നത് കൊണ്ട് ഈ ഇഖ്ബാത്താണ്, ഈ ഖുശൂഅാണ്, ഈ ഇഖ്ലാസാണ്, ഈ അടക്കമാണ്, ഈ ഒതുക്കമാണ് മഹാനായ റബീഉ ഇബ്നു ഖൈസം തങ്ങൾക്ക് നിസ്കാരത്തിൽ ഖുശൂഅ് പ്രദാനം ചെയ്തത്. നിസ്കാരത്തിലെ ഖുശൂഇൽ നിന്ന് പ്രദാനം ചെയ്യപ്പെട്ടത് അല്ലാഹുവിന്റെ തിരുമുമ്പിൽ നിൽക്കുന്നവരാൾ, അല്ലാഹുവിലേക്ക് മടങ്ങുമെന്ന് നിസ്കാരം കൊണ്ട് ഓർമ്മയിൽ വന്നിട്ടുള്ളവരാൾ, 5 നേരം നിരന്തരമായി ഓർമ്മപ്പെടുത്തിയിട്ടുള്ള ആൾ, ഈ 5 നേരത്ത് നിസ്കരിക്കുമ്പോഴും ആ ഓർമ്മ ഹൃദയത്തിന്റെ അകത്ത് നിറഞ്ഞു വന്നിട്ടുള്ളവരാൾ, ബാക്കി സമയത്ത് ഈ ഖുശൂഇൽ പ്രാക്ടിക്കലായി അവൻ വരും, ഓട്ടോമാറ്റിക്കായി അവൻ അതിൽ വരും. ഇത് വരണം, ഇതാണ് അല്ലാഹുവിന്റെ നിശ്ചയം. അങ്ങനെ വരാനുള്ള ഇടപാടാ നിസ്കാരം.
ഈ ചിന്ത നമുക്ക് നിസ്കാരവുമായി ബന്ധപ്പെട്ടില്ല. അതാ ഞാൻ പറഞ്ഞ് നിസ്കാരത്തെക്കുറിച്ചുള്ള ലക്ഷ്യബോധം നമ്മുടെ നിസ്കാരത്തിലില്ല. ഈ നിസ്കാരത്തിന്റെ പ്രാക്ടിക്കൽ രൂപം എന്ന് നോക്കി നിങ്ങൾ. പ്രാക്ടിക്കൽ രൂപം, അതിന്റെ പ്രായോഗികമായ രൂപം എന്ന് വിലയിരുത്തി. ആരംഭ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് ഉദ്ധരിക്കപ്പെട്ട വാക്കാകാം, അല്ലെങ്കിൽ ഒരു മഹത്വചനമാകാം. അസ്സലാത്തു മിഅ്റാജുൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്കുള്ള മിഅ്റാജാണ് നിസ്കാരം. നമ്മൾ പഠിച്ചത് മിഅ്റാജ് ഉണ്ടാ? ആദരവായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് രണ്ട് മിഅ്റാജ് നമ്മൾ ആദരവായ നബിക്ക് പഠിക്കണം. നമ്മളതിനെ സാങ്കേതികമായി ഒന്ന് ഇസ്റാ, ഒന്ന് മിഅ്റാജ് എന്ന് പറയും. വാസ്തവത്തിൽ രണ്ട് മിഅ്റാജാണ്. അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ ആത്മീയമായും ശാരീരികമായും രണ്ട് മിഅ്റാജ് നേടിയതാണ്. ഇസ്റാവും മിഅ്റാജും എന്നാണ് സംഭവം. ഈ ഇസ്റാ മിഅ്റാജിന്റെ നേരത്തിൽ നബിക്ക് കിട്ടിയ ആ മിഅ്റാജിന്റെ അനുഭൂതി പരമാവധി ഈ ഉമ്മത്തിന് വേണ്ടി കൊണ്ടുവന്നതാണ് അള്ളാഹുവിന്റെ ഹബീബ്. നമുക്ക് ഈ അനുഭൂതി ഒന്ന് നേടാൻ നബി നേടിയത് അങ്ങനെ തന്നെ നമുക്ക് കിട്ടൂല. കാരണം അത് ഒരു പടപ്പിനും കിട്ടിയിട്ടില്ല. അള്ളാന്റെ ഹബീബായ നബി തങ്ങൾക്ക് കിട്ടിയ ആ മിഅ്റാജിന്റെ അനുഭൂതി ആർക്കും കിട്ടിയിട്ടില്ല. എന്നാൽ അമ്പിയാക്കന്മാർക്കൊക്കെ മിഅ്റാജ് ഉണ്ടായിട്ടുണ്ട്. ബുറാഖുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ബുറാഖ്. ഇബ്രാഹിം നബി ബുറാഖിന്റെ പുറത്തായി ഇസ്മായിൽ നബിനെ കൊണ്ടുവരിക, ഇസ്മായിൽ നബിനെ കാണാൻ വരിക, ഇതൊക്കെ ബുറാഖ. അല്ലാതെ ഷാമെന്ന് എങ്ങനെ ഇടക്കിടക്ക് വന്ന് പോണ്? ഷാമെന്ന് മക്കത്തേക്ക് ഇടക്കിടക്ക് വന്ന് പോകുന്നുണ്ടല്ലോ പിതാവ്. ഇത് ബുറാഖിന്റെ പുറത്തായിരുന്നു. ഇബ്രാഹിം നബിക്ക് കൊണ്ട് ബുറാഖ്, മറ്റു നബിമാർക്കൊക്കെ ഉണ്ട്. പക്ഷെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ടായ മിഅ്റാജ് ശാരീരികമായി അള്ളാഹുവിന്റെ തിരുഹദ്റത്തിലെത്തി അള്ളാഹുവുമായി നേരിട്ട് മുനാജാത്ത് നടത്തി അള്ളാഹുവിനെ കൺകുളിർക്കെ കണ്ടുകൊണ്ടുണ്ടായ ഈ സുന്ദരമായ ശാരീരിക മിഅ്റാജ്, അന്നേരമുണ്ടായ ആത്മീയ മിഅ്റാജ്, ഇത് വേറെ ഒരു മഖ്ലൂഖിനുമില്ല. എന്നാൽ തനിക്ക് കിട്ടുന്നത് എന്തും തന്റെ ഉമ്മത്തിനും കിട്ടണം എന്ന് ആശിക്കുന്ന ആദരവായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, വിശ്വാസികളായ നബിയുടെ ഉമ്മത്തിനോട് പരമദയാലുവായ കൃപയുള്ള കരുണയുള്ള ഏറ്റവും അത്യാർത്തി നമ്മുടെ ഗുണത്തിലുള്ള അള്ളാഹുവിന്റെ ഹബീബ് നമുക്കും കൊണ്ടുവന്നതാ മിഅ്റാജ്. അള്ളാന്റെ റസൂല് പൂർവം കൊണ്ടുവന്ന മിഅ്റാജ്. ആ മിഅ്റാജ് നിസ്കാരത്തിലൂടെ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഒരിക്കലെങ്കിലും അനുഭവം വെച്ചും സാധിച്ചത് വെച്ചും അല്ല ഞാൻ സംസാരിക്കുന്നത്. അങ്ങനെ സംസാരിക്കാൻ പിന്നെ ആരും കിട്ടൂല. അപ്പൊ എന്നാലും ആരെങ്കിലുമൊക്കെ ഒന്ന് പറയണ്ടേ. ഞാനും പഠിച്ച കള്ളൻ, നിങ്ങളും ആ കൂട്ടത്തിൽ കള്ളൻ. മിഅ്റാജ് അനുഭവിച്ചു ഒരു നിസ്കാരവും നമ്മൾ ആരും നിസ്കരിച്ചിട്ടില്ല. അപ്പൊ വഴുത് പറയുമ്പോൾ വിചാരിക്കും ഈ വഴുത് പറയായിരുന്നു അങ്ങനത്തെ നിസ്കാരാച്ചാലും ഭയങ്കര നിസ്കാരളിക്കാരം. ഒരാളും കരുതാല്ല. നിങ്ങൾ കച്ചവടത്തിന്റെ കാര്യം ആലോചിക്കുന്നവർ, കൃഷിന്റെ കാര്യം ആലോചിക്കുന്നവർ, ഉദ്യോഗത്തിന്റെ കാര്യം ആലോചിക്കുന്നത്, മറ്റു ജോലിന്റെ കാര്യം ആലോചിക്കുന്നത്, വേറെ ഇടപാട് ആലോചിക്കുന്നത്, ഞങ്ങളൊക്കെ മസാല ആലോചിക്കും. വേറെ വല്ല മസാലോ ഞാനൊക്കെ എഴുതാനായിട്ട് തിരിഞ്ഞാൽ ഈ എഴുതുന്നു ഒക്കെ നിസ്കാരത്തിൽ, ലേഖനം എഴുതുന്നത്, ബുക്ക് എഴുതുന്നു, നിസ്കാരം ഒക്കെ നിസ്കാരത്തിൽ വരും. അപ്പൊ ഇതൊന്നും മിഅ്റാജായിട്ടല്ല. എങ്കിലും ആ മിഅ്റാജ് നമുക്കൊന്ന് അനുഭവപ്പെടണമല്ലോ. അല്ലാഹു തആല വ്യവസ്ഥ ചെയ്ത നിസ്കാരം എന്താണ്? ആ വ്യവസ്ഥ പ്രകാരമുള്ള നിസ്കാരമാവുന്നുണ്ടോ നമ്മളെ നിസ്കാരം എന്ന് നിരൂപിക്കാൻ, നഷ്ടബോധം വരാൻ, കുറ്റബോധം വരാൻ, നമ്മളെ നിസ്കാരോ വലിയ നിസ്കാരക്കാരാണെന്നോ ഒന്നൊക്കെ എല്ലാ ഉമ്മത്തിലും മുഴുവൻ ആളുകൾ നിസ്കാരക്കാരാക്കിയോ എന്നുള്ള ആ പെരുമൊന്ന് പോകാൻ, നിസ്കാരത്തിന്റെ ഘടനയൊന്ന് പഠിച്ചിരുന്നെങ്കിൽ ഈ പുത്തംവാദികൾ ഇന്നൊക്കെ നിസ്കാരക്കാരാണ് എന്നുള്ള പെരുമ്പാണ് പറയില്ല. വാസ്തവം ആ ഘടന അവർക്ക് മനസ്സിലായിട്ടില്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൃത്യമായ നിസ്കാരത്തിന് അനുഭവപ്പെട്ട മിഅ്റാജ്, നബി തങ്ങൾ അനുഭവപ്പെട്ട രണ്ടു തരം മിഅ്റാജ് നമ്മൾ അനുഭവിക്കുന്നു. നബിക്കുണ്ടായത് രണ്ട് മിഅ്റാജ്. ശരീരം കൊണ്ടുണ്ടായ ബാഹ്യമായ മിഅ്റാജ്, ഒന്ന് മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സ വരെ നബി തങ്ങൾ പോയി. ഇതിന് സാങ്കേതികമായി നമ്മൾ ഇസ്റാ എന്ന് പറയുന്നു. അവിടെ അങ്ങോട്ട് അള്ളാന്റെ റസൂല് മലക്കൂത്തുസ് സമാവാത്ത് വൽ അർള്, ആലമുൽ മലക്കൂത്തിന്റെ അറ്റം എവിടെയാണോ അള്ളാഹു കാണിച്ചു കൊടുക്കാൻ വിചാരിച്ച അറ്റം, അതുവരെ ജഡത്തോടുകൂടെ അള്ളാന്റെ റസൂലിന്റെ തടിയോടുകൂടെ നബി തങ്ങൾ പോയി. ഇത് ശാരീരികമായി നബിക്ക് അനുഭവപ്പെട്ട രണ്ട് മിഅ്റാജ്. ശാരീരികമായി അവിടുന്നതോടൊപ്പം ആത്മീയമായി നബി തങ്ങൾക്ക് രണ്ട് മിഅ്റാജ് ഉണ്ട്. അത് ആത്മാവുമായി മാത്രം നടക്കുന്നത്, ആ ശരീരം അങ്ങോട്ട് പോകൂല. ഒന്ന്, ഈ ദൃശ്യലോകത്തിൽ നിന്ന് ഇന്ദ്രിയ ലോകത്തിൽ നിന്ന് ഇന്ദ്രിയാതീത ലോകത്തേക്ക്, ആലമുൽ മലക്കൂത്തിലേക്ക്, ആലമുൽ ഗൈബിലേക്കുള്ള പ്രയാണം, അത് മനസ്സുകൊണ്ടേ നടക്കുള്ളൂ.
തടി നടക്കുന്നുണ്ട്. തടി പറഞ്ഞ നമ്മൾ പറഞ്ഞല്ലോ, ആലമുൽ മലക്കൂത്തിലേക്ക് തടി പോയി. ആ തടിയോടൊപ്പം നബിയുടെ കാഴ്ചയൊക്കെ നബിയുടെ മനസ്സിലും ആത്മാവിലും ഉൾക്കൊണ്ടുകൊണ്ട് നബി ആസ്വദിച്ചുകൊണ്ടാ പോയത്. അതൊരു വല്ലാത്ത പ്രയോഗ. നമ്മളൊരാള് ചിലപ്പോ കണ്ണഞ്ചി പോകാനൊന്നുണ്ട്. എന്തെങ്കിലും പ്രധാനപ്പെട്ട സംഗതിക്ക് പോകുമ്പോ അതിന്റെ ആവേശം കാണുമ്പോ ബാക്കിയൊക്കെ അതിലാണ് പോകും. എന്തിനേപ്പോന്ന് വെച്ചാൽ എന്തിനേന്ന് നമുക്ക് കിട്ടൂല. കാണാൻ പോയത് തന്നെയാണ്, പക്ഷെ കാണാൻ പോയപ്പോ കാണേണ്ടത് കണ്ടില്ല. അനുഭവിക്കാൻ പോയതായിരുന്നു, പക്ഷെ അനുഭവിക്കേണ്ടത് അനുഭവിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനത്തെ ഒരു അനുഭവം നമുക്ക് വരാം. അഞ്ചിപ്പോകും, അന്തം വിട്ടുപോകും, കണ്ണഞ്ചിപ്പോകും, ബുദ്ധി നടുങ്ങിപ്പോകും. അല്ലാന്റെ റസൂൽ കാണിച്ചു കൊടുക്കപ്പെട്ടതും കണ്ടതും മുഴുക്ക ഹൃദയം ഉൾക്കൊണ്ടുകൊണ്ട് കണ്ടു നബി. ആ കാഴ്ചയിൽ ഹൃദയം കൊണ്ട് ആത്മീയമായ നബി തങ്ങൾ ആലമുൽ ഷഹാദയിൽ നിന്ന് ആലമുൽ ഗൈബിലേക്ക് പോയി. ആലമുൽ ഗൈബിൽ ആ മലക്കുകൾ അടക്കമുള്ള 7 ആകാശങ്ങളുടെ അർശ് കുർസിയൊക്കെ ആലമുൽ ഗൈബ് എന്ന് വെച്ചാൽ നമ്മളെ തൊട്ട് മറഞ്ഞ, നമ്മുടെ ദൃശ്യത്തെ തൊട്ടും നമ്മുടെ ഇന്ദ്രിയങ്ങളെ തൊട്ടും മറഞ്ഞ ലോകം. ആലമുൽ ഗൈബിൽ നിന്ന് ഗൈബുൽ ഗൈബ് എന്ന് പറയുന്ന വിധാനത്തിലേക്കുള്ള നബിയുടെ പ്രയാണം. ഇത് നബിയുടെ ആത്മീയമായ രണ്ടാമത്തൊരു മേറാജാണ്. നബി കുറച്ചൊന്നും അല്ല പോയത്. കാരണം മലക്കുകളിൽ നിന്ന് മുഖറബായ ജിബ്രീൽ അലൈഹിസ്സലാം പോലും എത്താത്ത വിധാനത്തിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ പിന്നെ പോയില്ലേ. വാഹനമായി കൊടുത്തേക്കപ്പോലും സഞ്ചാരമില്ലാത്ത ഒരു സ്ഥലത്ത് ബുറാക്ക് മേറാജിൽ പോയിട്ടുണ്ടെന്ന അഭിപ്രായ പ്രകാരം ബുറാക്കിന് പോലും പ്രവേശനമില്ലാത്തടുത്ത് അല്ലാഹുവിന്റെ റസൂൽ എത്തിയില്ലേ. ജിബ്രീൽ അലൈഹിസ്സലാം കൂട്ടിപ്പോയിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം പോലും നിന്നേടം മുതൽക്ക് അല്ലാഹുവിന്റെ റസൂൽ സഞ്ചരിച്ചില്ലേ. അർശും പോയി, കുർസിയും അർശും പോയി, അർശിനെ ചുമക്കുന്നവരും പോയി, അതിന്റെ എല്ലാ ഭാഗവും കടന്നിട്ട് അല്ലാഹുവിന്റെ മഹത്വത്തിന്റെ 70 മറകളുണ്ട്. അല്ലാഹു തആലാന്റെ മഹത്വത്തിന്റെ വിധാനത്തിൽ ലോകത്തിന്റെ അപ്പുറം 70 മറകൾ അല്ലാഹുവിന്റെ പടപ്പിന്റെ വിധാനത്തിന്റെ അപ്പുറം വിട്ടാലുണ്ടെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ലൗക ശഫഹാ ലഅഹ്റഖതു സുബ്ഹാതു വജ്ഹിഹി കുല്ലമാ അദ്റകൽ ബസർ. കണ്ണ് കാണുന്നതിനെല്ലാം അല്ലാഹുവിന്റെ തിരുദാത്തിന്റെ ആംശം, തിരുദാത്തിന്റെ ആ ഒലിവ്, ആ തിരുദാത്തിന്റെ പ്രജ്വലനം അത് നശിപ്പിച്ചു കളയും, ജ്വലിപ്പിച്ചു കളയും, കരിച്ചു കളയുമെന്ന് പറഞ്ഞ 70 മറകൾ. മുത്തുനബി പറയുന്ന 70 നമുക്ക് മനസ്സിലാവില്ല. ഇത് നുബുവത്തിന്റെ ഭാഷയാണ്. 70 മറ എന്ന് പറഞ്ഞാൽ 70 മറ എന്ന് നമ്മൾ വിശ്വസിച്ചോണം. വഹാബിയും സുന്നിയൊക്കെ വിശ്വസിച്ചോണം. അവിടെ യുക്തിവാദത്തിന് സ്ഥാനമില്ല. അങ്ങനെ സ്ഥാനമില്ലാത്ത ഒരുപാട് പ്രയോഗങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രയോഗമുണ്ട്. ഇതെവിടെയാ? അർശും കഴിഞ്ഞ് അപ്പുറമൊക്കെ കഴിഞ്ഞു പോയിട്ടാണ്. അതാണ് ഗൈബുൽ ഗൈബിന്റെ ലോകം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അള്ളാഹു പടച്ച ലോകം, അള്ളാഹു തആലാന്റെ മാത്രം പ്രത്യേകമായ വസ്തുക്കളുടെ വിധാനത്തിലൂടെ തന്നെ അള്ളാഹുവിന്റെ തിരുദാത്ത് കാണാൻ അള്ളാഹു നിശ്ചയിച്ച കേന്ദ്രത്തിലെത്തും മുൻപ് 70 ഹിജാബ് കടന്നാണ് അള്ളാഹുവിന്റെ റസൂൽ പോയത് എന്ന് പറഞ്ഞ ആ ഹിജാബുകൾക്കിടയിലൂടെയുള്ള സഞ്ചാരം ഗൈബുൽ ഗൈബിന്റെ ലോകത്തിലൂടെയുള്ള സഞ്ചാരം. ഇതൊക്കെ നമുക്ക് ആത്മീയമായിട്ട് നിസ്കാരത്തിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ നിസ്കാരത്തിൽ വരുത്തുന്നുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് മിഅ്റാജും കഴിഞ്ഞ് പോരുമ്പോ അഷ്റഫുൽ ഖൽഖ് തങ്ങൾ ചോദിക്കാ, പടച്ചോനെ എന്റെ ഉമ്മത്തിന്റെ അടുത്തേക്ക് പോകുമ്പോ എന്റെ ഉമ്മത്തിനൊരു സമ്മാനം വേണല്ലോ, ആ സമ്മാനം തരാ. അതാണ് നിസ്കാരം. വാസ്തവത്തിൽ ആ നിസ്കാരമാണല്ലോ ഒന്നാമത്തെ ശരീഅത്തിലെ ഫർള്. ആ ഒന്നാമത്തെ ശരീഅത്തിലെ ഫർള് നിർബന്ധമാക്കിയത് അല്ലാഹു തആല മിഅ്റാജിന്റെ രാത്രിയിലാണല്ലോ. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾക്ക് പല ലക്ഷ്യങ്ങളും മിഅ്റാജിലുണ്ട്. അതല്ല നമ്മുടെ വിഷയം. നബി തങ്ങൾക്ക് മിഅ്റാജ് ഉണ്ടായ രാത്രിയിലാണ് ഈ ഉമ്മത്തിന് പ്രധാനപ്പെട്ട ഒന്നാമത്തെ ഫർള്, ഈമാൻ കഴിച്ച് പിന്നുള്ള ഫർളായ നമ്മുടെ സംസാര വിഷയമായ നിസ്കാരം ഫർളാക്കുന്നത്. അവിടെ ഉണ്ടല്ലോ പ്രത്യേകത. ഒരൊറ്റ ഫർളും തിരുഹളറത്തിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് അല്ലാഹു തആല കൊടുത്തിട്ടില്ല. നിസ്കാരം എന്ന ഫർളോ തിരുഹളറത്തിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് കൊടുത്തു. അതെന്തിനാ? നബി തങ്ങളുടെ ആവശ്യപ്രകാരം നബിക്ക് കിട്ടിയ മിഅ്റാജിന്റെ അതേ അനുഭൂതി നമുക്ക് കിട്ടാനുള്ള വരമലായി അള്ളാഹു നിശ്ചയിച്ചതാണിത്. ഇതിനുമുണ്ട് ശരീരം കൊണ്ട് നടത്തുന്ന 2 തരം മിഅ്റാജ് നമുക്ക്, ആത്മാവ് കൊണ്ട് നടത്തുന്ന 2 തരം മിഅ്റാജ് നമുക്ക്. ഇത് നമ്മൾ ചെറിയൊരു പഠനം, വിശദമായി പഠിക്കാൻ നമുക്ക് ഉൾക്കൊള്ളാനും കഴിയില്ല, സമയമല്ല. വിശദമായ പഠനം ഇരിക്കട്ടെ, വളരെ ചെറിയൊരു ഹ്രസ്വമായൊരു പഠനം നമ്മുടെ നിസ്കാരത്തിന്റെ കർമ്മങ്ങളിലൂടെ, നമ്മുടെ നിസ്കാരത്തിന്റെ ആത്മാവിലൂടെ, നമ്മുടെ നിസ്കാരത്തിലെ മന്ത്രങ്ങളിലൂടെ നമ്മൾ ഇങ്ങനെ നോക്കിയാൽ ആത്മീയമായും ശാരീരികമായും നമ്മൾ മിഅ്റാജിലാണ്. ഈ മിഅ്റാജ് 2 റക്അത്ത് നിസ്കാരം ജീവിതത്തിൽ 70 വയസ്സ് നിസ്കരിച്ചിട്ടുള്ള ആൾ,
60 വയസ്സ് നിസ്കരിച്ചിട്ടുള്ള ആൾ, 50 വയസ്സ് നിസ്കരിച്ചിട്ടുള്ള ആൾ, 40, 30, 35, 45 ഒക്കെ വയസ്സ് നിസ്കരിച്ചിട്ടുള്ള ആളുകളല്ലോ നമ്മുടെ കൂട്ടത്തിൽ. നമ്മളൊന്ന് ആലോചിച്ചു നോക്കി, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആത്മീയമായി ശാരീരികമായി നമ്മൾ ഈ മെഹറാജിന്റെ അനുഭവങ്ങളിലൂടെ പ്രയാണം ചെയ്തൊരു നിസ്കാരം നിസ്കരിച്ചിട്ടുണ്ടോ? 2 റക്അത്ത്. 2 റക്അത്ത് വേണം. വിത്രല്ലാത്ത ഏത് നിസ്കാരം ഒരു നിസ്കാരാകാൻ. അതിനപ്പം ഈ 2 റക്അത്ത് എന്ന് പറയുന്നത്. ഇപ്പൊ ചുരുങ്ങിയ ഒരു നിസ്കാരം 2 റക്അത്ത്. ഈ 2 റക്അത്ത് നമ്മൾ നിസ്കരിച്ചു നോക്കി. അള്ളാഹുവിന്റെ നിയമം ആ കൃത്യമായ അളവില. പടച്ച തമ്പുരാന്റെ തിരുഹദ്റത്തിലെത്താൻ വേണ്ട എല്ലാ ചിട്ടയും നമ്മോടും പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് ബാധകമായ രീതിയിലാണ്. ഇന്നനീ അനല്ലാഹ്. മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല വെളിച്ചം കണ്ട ദിക്കിലേക്ക് തീ പിടിക്കാൻ വേണ്ടി ചെന്ന മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല പ്രത്യേകമായി മറനീക്കി സംസാരിക്കുന്നു. മൂസാ നബി ആ സംസാരം കേട്ട് ആസ്വദിക്കുന്നു. അതുകൊണ്ടാണ് മൂസാ നബി കലീമുല്ലാഹ് എന്ന് വാഴ്ത്തപ്പെടുന്നത്. ആ മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല ഈ തിരുസന്നിധാനത്തെ കുറിച്ച് പറഞ്ഞത് ഇത് അല്ലാഹുവാണ്. ഈ അല്ലാഹുവിന്റെ തിരുസന്നിധാനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പരിശുദ്ധമായ ഈ വിധാനത്തിൽ നിൽക്കുമ്പോൾ ചെരുപ്പ് 2 അഴിച്ചൊക്കണം മൂസാന. നമ്മളെ ഭാഷയിൽ സംസാരിച്ചാൽ മൂസാ നബി അലൈഹിസ്സലാം ധരിച്ചിരുന്ന ചെരുപ്പ് തന്നെ വെച്ചോളി. ആ ചെരുപ്പിട്ട് കിടക്കാൻ പറ്റാത്ത പ്രദേശമാണല്ലോ. സൂഫിയന്മാർ ആരിഫീങ്ങൾക്ക് ഈ പ്രയോഗങ്ങളിലൂടെ ഒരുപാട് സംസാരമുണ്ട്. ആ സംസാരങ്ങളിലേക്കും നമ്മുടെ പൊതു സദസ്സ് പറ്റില്ല. സാധാരണക്കാർക്ക് മുമ്പിൽ അങ്ങനൊന്നും പറയാനും പാടില്ല. വലിയ തൊരീക്കത്തേര് എന്നൊക്കെ പറഞ്ഞോടുത്ത് ജയിക്കണം അങ്ങനെയാണ്. പറയാൻ പറ്റാത്ത ഒപ്പൂല് ഇങ്ങനെ പറയും. അപ്പൊ ബാലതിരി നമ്മൾ കേട്ടിട്ടില്ലല്ലോ, ഇതുവരെയുള്ള പ്രസംഗത്തിൽ നമ്മൾ കേട്ടിട്ടില്ലല്ലോ, ഇതുവരെയല്ല നമ്മൾ അവിടെ നമ്മൾ കേട്ടിട്ടില്ലല്ലോ, എന്തൊക്കെ കേൾക്കണമെന്ന് അറിയും. ആ കേൾക്കൂടാത്ത ഒന്നും പറയാൻ പാടില്ല. സാധാരണക്കാർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത അത്തരം വിഷയങ്ങളൊന്നും പൊതുജനങ്ങളോട് സംസാരിക്കാൻ പാടില്ല. വിലക്കുള്ളത് കൊണ്ടാണ് പണ്ഡിതന്മാരത് പറയാത്തത്. നമ്മൾ വിചാരിച്ച നമ്മളെ ആലിമീയക്കൊക്കെ തിരുബലി കാണുന്ന കിതാബ് തന്നെയല്ലേ നമ്മളെ ആലിമീയങ്ങളും കണ്ടത്. ബലി വടായി പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഈ കിതാബിലെ ഓരോ പ്രയോഗങ്ങളും നമ്മൾ വളർന്നറിയുന്ന മൂല്യന്മാർക്ക് നോക്കിയാൽ കിട്ടും. അവർക്ക് സംസാരിക്കാം. പക്ഷെ അത്തരം കാര്യങ്ങൾ പറഞ്ഞ് സാധാരണക്കാരെ വിഷമിപ്പിക്കരുതെന്നും അവരുടെ ഈമാനിനെയും അവരുടെ വിവരത്തെയും ബുദ്ധിയെയും ചോദ്യം ചെയ്യുകയും അവർക്ക് ആശങ്ക സൃഷ്ടിക്കുകയും ചെയ്യരുതെന്നും വിലക്കുള്ളത് കൊണ്ടാണ് നമ്മളെ മൂല്യന്മാരിതൊന്നും പറയാത്തത്. അപ്പൊ ആ വഴിക്കുള്ള സംസാരം നിർത്തുക. ഭാഷയിൽ നമ്മൾ തഫ്സീർ ഓതുമ്പോഴും ആയത്തിന് അർത്ഥം മനസ്സിലാക്കുമ്പോഴും ഒക്കെ മൂസാ നബിന്റെ 2 ചെരുപ്പ് അഴിച്ചു വെക്കണം. ഇവിടെ പരിശുദ്ധമായ വിധാനം അവിടേക്ക് വരുമ്പോ ചെരുപ്പ് അഴിച്ചേക്കണം. പള്ളികൾക്ക് കിടക്കുമ്പോൾ നമ്മൾ ചെരുപ്പ് അഴിച്ചു വെക്കുമല്ലോ. തിരുഹദ്റത്തിലേക്ക് ചെല്ലുമ്പോൾ നമ്മോട് അല്ലാഹു തആല പറയുന്നു, നിങ്ങളുടെ 2 മലിനമായതൊക്കെ അഴിച്ചു വെക്കണം. മലിനമോ നജസോ ആയ മേനിയാണോ മാറ്റിവാ. മലിനമായ നജസായ ശരീരം, വസ്ത്രം ഇത് 2 മാറ്റണം. നജസിനെ തൊട്ട് ശുദ്ധിയാക്കി കൃത്യമായി വരണം. ബാക്കി ശർത്തക്കാടിരിക്കട്ടെ. ശുദ്ധി വളരെ കൃത്യം കണിശമായി പടച്ച തമ്പുരാന്റെ തിരുഹദ്റത്തിൽ. ആ ഹദ്റത്തിലെത്തിയാൽ അല്ലാഹു തആലാന്റെ ഹദ്റത്തിലേക്കുള്ള മിഅ്റാജ് ആത്മീയമായി നടത്തുന്നത് മന്ത്രോച്ചാരണങ്ങളിലൂടെയാണ്, ഉരുവിടുന്ന മന്ത്രങ്ങളിലൂടെ. ആ ഉരുവിടുന്ന മന്ത്രങ്ങളുടെ ആശയങ്ങൾ മനസ്സിൽ വിധാനിക്കുമ്പോ, മനസ്സിലൂടെ ഊട്ടുമ്പോ, മനസ്സിലൂടെ ഓട്ടുമ്പോ നമുക്ക് ശരിക്കും ഒരു മിഅ്റാജിന്റെ അനുഭവം കിട്ടണം. ഇതാണ് ശരിയായ മിഅ്റാജ്. ആ മിഅ്റാജിന് വേണ്ടി അള്ളാഹുവിന്റെ മുമ്പിൽ ഭക്തിയോടുകൂടെ വൃത്തിയോടുകൂടെ നജസിനെ തൊട്ട് ശരിയാക്കിയിട്ട് ചെന്ന് നിൽക്കുമ്പോ അല്ലാഹു തആലാന്റെ ഹദ്റത്തിൽ നിൽക്കുമ്പോൾ തന്നെ ആലോചിക്കുക, ആരാ കൂട്ടിന്? അള്ളാഹുവിന്റെ റസൂല് മിഅ്റാജിന് പോയപ്പോ ആരെയും കൂട്ടിന്? ഏറ്റവും മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. ഞമ്മക്കുമാണ് ഒരു മലക്ക് കൂട്ടിന്. അല്ലെങ്കിൽ പിന്നെ നമ്മളെ കൂടെ ശൈത്താൻ വരും. ശൈത്താനെ കൂട്ടാതെ മലക്ക് വന്നെങ്കിലേ പറ്റൂ. ഇപ്പൊ നമ്മളെ കൂട്ടാളിയെ കണ്ടുപിടിക്കണം. നമ്മളെ കൂട്ടാളി നമുക്കുണ്ട്. ഏതൊരു മനുഷ്യനും മലക്കിൽ നിന്നുള്ള ഒരു പ്രതിനിധിയും ജിന്നിൽ നിന്നുള്ള ഒരു പ്രതിനിധിയും ഒരു മനുഷ്യനെ കൊണ്ട് ഏൽപ്പിക്കപ്പെടാതെ ഇല്ലെന്ന് ഖാല റസൂലുള്ളാഹി. കരീൻ, ഈ കരീനില്ല നടക്കൂല. ഇന്നിപ്പോ മുതുകാരന്റെ പ്രവചനം ശരിയായോ? ഇത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ നാളെ പത്രം വായിക്കുമ്പോഴേ എനിക്ക് കാണുള്ളൂ. നാളെ 9 മണിക്ക് പത്രം വായിക്കുമ്പോഴേ എനിക്ക് കിട്ടുള്ളൂ. ഇന്ന് ആരെങ്കിലും മനസ്സിലാക്കിയവരുണ്ടോ? മുതുകാടൊന്ന് പ്രവേശിച്ചിട്ടുള്ളോ? ഇന്ന് തലക്കെട്ട്, ഇന്ന് പത്രത്തിൽ വന്ന എല്ലാ തലക്കെട്ടുകളും മുതുകാട് പ്രവേശിച്ചിട്ട് മെല്ലെ പെട്ടിയിലാക്കിയിട്ട് കൂട്ടിയ ചോന്നുണ്ടല്ലോ. അതിനെപ്പറ്റി വല്ലതും അറിയണവരുണ്ടോ? സഹസ്ര കേട്ടോ?
എല്ലാം ക്ലിയറാ. 100% ജയമെന്നാ. മൂപ്പര് ചെറിയൊരു പൊടിക്കൈ ഇന്ന് നടത്തിനു. 50% വിജയം ശരിയാവുള്ളൂ. 100 എല്ലാം കൂടി ശരിയായ അത് വമ്പൻ വിജയാണ്. മൂപ്പർക്ക് ആദ്യം തന്നെ അറിയാം എല്ലാം ശരിയാവുമെന്ന്. അതിന്റെ പിന്നിലൊരു വിദ്യ ഉണ്ട്. നിഷേധിച്ചിട്ട് ഫലല്ല. ഇതൊന്നും നിഷേധിച്ചിട്ടുള്ളതൊക്കെ മായാജാലം എന്ന് പറഞ്ഞാൽ മാന്ത്രിക വിദ്യമലോ പടിമലൊന്നും അല്ല. ഇത്തരത്തിലുള്ള ഒരുപാട് വിദ്യ നമ്മളൊപ്പുണ്ട്. നമ്മളുള്ളപ്പോഴുള്ള സാധനത്തിന് ശരിയാക്കിയതിനൊക്കെ പറ്റും. നമ്മളപ്പോ ഒരു സാധനം ഒന്ന് ജിന്നുണ്ട്, ഒന്ന് മലക്കുണ്ട്. അത് മൂലേരപ്പോണ്ട്, താടന്റെ പോണ്ട്, ഏത് കോന്തന്റെ പോണ്ട്. മനുഷ്യനാണോ ഓന്റെ ഒക്കെ ഒപ്പുണ്ട്. മൂന്നിനൊന്നും ആകണ്ട, ആരൊപ്പുണ്ട്. മലക്കിനെ ദുർബലപ്പെടുത്തി പിശാചിന് വഴിപ്പെടുന്നതിൽ പ്രത്യേകത കാണിക്കുന്നവന്റെ കൂട്ടാളി കരീം ശൈത്താനാണ്. ശൈത്താനെ അടിച്ചമർത്തി അവന്റെ ഉപദേശങ്ങളൊക്കെ മാറ്റിയിട്ട് മലക്കിന്റെ വിചാരങ്ങൾ ഹാത്തറുകൾ ശരിക്കും കൊണ്ടുവരുന്നവനാണെങ്കിൽ അവൻ മലക്കിന്റെ കൂടിയാ. നമ്മളിവിടെ മലക്കും പിശാച്ചും കൂടെയുള്ള ഏത് നിസ്കാരക്കാരനും, ഞാൻ മുതുകാരന്റെ ഭാഷ സംസാരിച്ചു വിട്ടതേനു. അവിടെയും ഈ കരീനെ നോക്കിക്കോളി. ഈ കരീനെ ചിലപ്പോൾ എടുക്കുന്നതിനോട് വിട്ടുകൊടുത്താൽ എല്ലാ പത്രോഫീസിന്റെ അടുത്ത് എത്തും. അടിച്ചു വന്ന പത്രത്തിന്റെ ഒക്കെ താളുകൾ നോക്കിയിട്ട് കരീനെ ഒപ്പണ് കൊണ്ടുവരും. ഇന്ന് മനോരമന്റെ തലക്കെട്ടിതാണ്, മാതൃഭൂമിന്റെ തലക്കെട്ടിതാണ്, മാധ്യമത്തിന്റെ തലക്കെട്ടിതാണ്. അടിച്ചു കഴിഞ്ഞത് അവിടെ ഉണ്ടാവുമല്ലോ. ആ അടിച്ചതും അല്ലെങ്കിൽ ശരിയാക്കി വെച്ചതൊക്കെ കൃത്യമായിട്ട് കിട്ടും. ഇനി ചെറിയ ഏതെങ്കിലും സൂത്രപ്പണികൾ നാടൻ പണിയുണ്ടെങ്കിൽ അങ്ങനെയും കിട്ടും. രഹസ്യമായിട്ടുള്ളതുണ്ടെങ്കിൽ അതൊന്നും അല്ലത്. ഇത് ശരിക്ക് കുറച്ചൊന്നും പിടിച്ചത് നോട്ട് സാധനത്തിന്റെ ഉള്ളിൽ കടലാസ് ഇട്ടിട്ട് നോട്ട് കാണാം, നോട്ട് ഇട്ടിട്ട് ടിക്കറ്റ് കാണുമൊക്കെയല്ലേ. അവിടെയൊക്കെ കുറെ അത്ഭുതമുണ്ട്. ഈ അത്ഭുതങ്ങളൊക്കെ കറാമത്തല്ല. ഇത് കാണിക്കുന്നവരൊക്കെ ദിവ്യന്മാരുമല്ല. ഇനി ഏതെങ്കിലും ഒരു മനുഷ്യൻ കാണിച്ചാൽ അതുകൊണ്ട് അവരെ ദൈവമാക്കും വേണ്ട. അതൊക്കെ വിവരം കുറഞ്ഞതിനെ ആക്കുള്ളൂ. നമ്മൾ എത്രയോ ഭൂതങ്ങളെ കണ്ടതാ, എത്രയോ ശൈത്താന്മാരെ. ആ തരത്തിലുള്ള പിശാചുക്കൾ നമ്മളൊക്കെ ഒപ്പുണ്ട്. നമ്മുടെ കൂടെയുള്ള കരീൻ മാറ്റി നിർത്തണം. പിശാചിനെ, മലക്കിനെ കൂട്ടണം. നന്മയുടെ വിചാരങ്ങൾ, തിന്മയുടെ വികാരങ്ങൾ, ഇതും നമ്മുടെ കൂടെയുണ്ട്. എപ്പോഴും വൈരുദ്ധ്യം. ഇവിടെ നമ്മളെപ്പോഴും വൈരുദ്ധ്യത്തിലാ ലോകത്തിന്റെ പോക്ക് എന്ന തത്വം നമ്മൾ മനസ്സിലാക്കേണ്ടതന്നെ. ശരിയാ. വൈരുദ്ധ്യങ്ങളാകെ. ബുദ്ധിയോടൊപ്പം ഹവായുണ്ട്, ദീനിനോടൊപ്പം ദുന്യാവുണ്ട്, മലക്കിനോടൊപ്പം ശൈത്താനുണ്ട്, വിശേഷണങ്ങൾ സിദ്ദിഖിനോടൊപ്പം കദിബുണ്ട്, ഹെൽമിനോടൊപ്പം ത്വയ്ശുണ്ട്, ഹെൽസിനോടൊപ്പം കനാഅത്തുണ്ട്. എല്ലാ ഗുണങ്ങളും വൈരുദ്ധ്യത്തോടെയാണ്. ഈ വൈരുദ്ധ്യങ്ങളിൽ നിന്ന് എല്ലാം നല്ലത് മാത്രം പിടിക്കണം. നന്മ തിന്മ, ധർമ്മം അധർമ്മം, നീതി അനീതി, എല്ലാ സദ്ഗുണങ്ങളും നമ്മുടെ മനസ്സിന്റെ അകത്ത് ഊട്ടപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ഗുണങ്ങളിൽ ഊട്ടപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ മനസ്സുമായി ബന്ധപ്പെട്ട് ഇതിൽ അഖിലോനോടുകൂടെ, ദുന്യാവിനെ വിട്ട് ദീനോടുകൂടെ, ശൈത്താനെ വിട്ട് മലക്കോടുകൂടെ, സദ്ഗുണങ്ങളോടുകൂടെ അല്ലാഹുവിലേക്കുള്ള പ്രയാണം ആരംഭിക്കണം. അല്ലാഹുവിലേക്കുള്ള പ്രയാണം ആരംഭിക്കുമ്പോ തിരു സദസ്സിലേക്കുള്ള പ്രയാണത്തിന്റെ ആരംഭം തന്നെ ഏറ്റവും വലുതായത് തന്നെ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന പ്രഖ്യാപനമാണ്. ആ പ്രഖ്യാപനത്തിന്റെ മുമ്പ് അല്ലാഹു തആല നിർദ്ദേശിച്ചിരിക്കുന്നത് എന്താണ്? കൈ ഉയർത്തിക്കൊണ്ടാണ് അല്ലാഹു അക്ബർ എന്ന് ചൊല്ലുക. ഇങ്ങനെ വെച്ച കൈ, ആ കൈ അല്ലാഹു അക്ബർ ചുമലിന് നേരെ വരുമ്പോ, ചെവിത്തൊട്ടിയോട് പെരുവിരൽ വെച്ചിട്ട് നേരിട്ട് വരുന്ന ഈ രൂപത്തിൽ വരുമ്പോൾ അല്ലാഹു അക്ബർ അവസാനിക്കും. അങ്ങനെയാ വേണ്ടേ? നമ്മൾ ചിലപ്പോ അങ്ങനെയല്ലേ, നമ്മൾ അല്ലാഹു അക്ബർ കിട്ടൊക്കെ കെട്ടി കഴിഞ്ഞിട്ടല്ലേ. ഈ അള്ളാഹൊക്കെ എത്ര നീട്ടിക്കാരെന്ന് പറയാം. പോത്തി നിറണ മര്യാദ നിയമത്തിന്റെ തന്നെ തെറ്റാ. അള്ളാഹെന്ന വാചകത്തിന് ശരിക്കും ഒരു നീട്ടൽ എന്ന് പറഞ്ഞാൽ 2 ഹർക്കത്തിന്റെ ഖദറ. അത് അള്ളാഹെന്ന ജലാലത്തിന്റെ ഇസ്മിന് മഹത്വത്തിന് വേണ്ടി 2 അലിഫ്. അപ്പൊ 4 ഹർക്കത്തിന്റെ ഖദർ. അല്ലാഹ് വന്നാ കഴിഞ്ഞു. സാധാരണ ബാല എന്ന് പറഞ്ഞാൽ അവിടെ അല്ലാഹ് കുറച്ചൊരു ഇരട്ടിയും കൂടി ആവാം. ഈ അള്ള നീട്ട 7 അലിഫിന്റെ ഖദർ വരെ നീട്ടാം. 7 അലിഫ്, അതായത് 14 ഹർക്കത്ത്. ഈ സ്റ്റെപ്പ് ഒരു 14 മൊഴിയുടെ വരെ നീട്ടിയാൽ നിയമവിധേയം. അതിന്റെ അപ്പുറം വിട്ടാൽ ഉച്ചാരണം തന്നെ നിയമത്തെറ്റാ. അതിന്റെ പുറമെ നിശ്ചയിക്കപ്പെട്ടതല്ല. നിശ്ചയിക്കപ്പെട്ടത് അല്ലാഹു അക്ബർ എന്ന് നിൽക്കുന്നിടത്ത് നിന്ന് കൈ ഉയർത്തിയിട്ട് പെരുവിരൽ ഇങ്ങനെ എത്തുന്നതിലിടക്ക് അല്ലാഹു അക്ബർ. ഒരു കുഞ്ചർമുട്ടിയിലേരുണ്ടായിരുന്നു നമ്മളെ ബഹുമാനപ്പെട്ട ശൈഖുനായുടെ
ശരിക്ക് നിസ്കാരം ഇങ്ങനെ മൂപ്പർക്ക് ഓർമ്മ വരും. അല്ലാഹു അക്ബർ, ആ ശബ്ദം തന്നെ ഒരു ചെറിയ ചീനക്കുറ്റാണ്, നല്ല രസം. അല്ലാഹു അക്ബർ എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഞാൻ കണ്ട മൂല്യന്മാരെന്ന് കണ്ട മൂപ്പരതാ എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഇവിടെ എല്ലാരും പരാജയം, എല്ലാരും പരാജയ. ഞാൻ കൈ നോക്കിയാണ് ഇനിയിപ്പോ എന്നെ കുറ്റിമുടിച്ചാക്കണ്ട, ഞാൻ തർക്കത പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഉടുമുണ്ടഴിച്ചിട്ടവരാ മുഴുവൻ, കണ്ണുപൊട്ടിയവരാ മുഴുവൻ. പക്ഷെ പറയാനായിരിക്കും വേണ്ടേ, നിസ്കാരത്തിന്റെ രൂപം എങ്ങനെയൊക്കെയും പറയണ്ടേ, അതൊക്കെ നടത്തുന്നതല്ല പറയുന്നത്. അല്ലാഹു അക്ബർ എന്ന് ഇവിടെ നിന്ന് നമ്മൾ പറയുമ്പോഴേക്ക് രണ്ട് കയ്യാ. ദുന്യാവ് മോചിപ്പിച്ചുനെ നമ്മൾ കേട്ടിട്ടുള്ളൂ. ദുന്യാവും ആഖിറവും മോചിപ്പിക്കാനാ അല്ലാഹു തആല രണ്ട് കയ്യും ഉയർത്തിയിട്ട് നമ്മുടെ മനസ്സിൽ നിന്ന് ദുന്യാവും ആഖിറവും രണ്ടും വിടുക. രണ്ട് ലോകത്തിൽ നിന്നുമുള്ള വേർപാടാണ് അല്ലാഹു അക്ബർ എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ നടത്തുന്നത്. ആ ശബ്ദത്തിന്റെയും അർത്ഥം അതാണല്ലോ. അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് അക്ബർ മിൻ കുല്ലിൽ മൗജൂദാത്ത്, എല്ലാ ഉള്ള വസ്തുക്കളെക്കാളും ഉണ്മകളെക്കാളും അല്ലാഹുവാണ് മഹത്വമുള്ളത്. സ്വർഗനരകത്തേക്കാൾ, സിറാത്തിനേക്കാൾ, ആഖിറത്തിലെ പടപ്പുകളേക്കാൾ, അർശിനേക്കാൾ, കുർസിയിനേക്കാൾ, അല്ലാഹുവിന്റെ പടപ്പുകൾ മുഴുവത്തേക്കാൾ മൗജൂദാത്ത് വമിൻ കുല്ലിൽ മഅലൂമാത്ത്, നിരൂപിക്കപ്പെടുന്ന ഏത് കാര്യങ്ങളുണ്ടോ അതിലെല്ലാം അല്ലാഹുവാണ് വലുത്. സ്വർഗവും നരകവും എനിക്ക് പ്രശ്നമല്ല. നമ്മൾ നിസ്കരിക്കുമ്പോഴും വിധേയമാക്കപ്പെടുന്നതും നമ്മുടെ മനസ്സിനെ കൊണ്ടുവരുന്നതും ഈ അർത്ഥത്തിലാണല്ലോ. അല്ലാഹുവിന് വേണ്ടി നിസ്കരിക്കുന്നു. ഇമാം റാസി റളിയല്ലാഹു അൻഹുവിന്റെ വീക്ഷണപ്രകാരം സ്വർഗത്തിന് വേണ്ടി നിസ്കരിക്കുന്നു എന്നാ വിചാരമെങ്കിൽ നിസ്കാരം ബാത്തിലാന്നാ മൂപ്പര് പറയണ്ടേ. സ്വർഗത്തിന് വേണ്ടിയിട്ടാണ് നിസ്കരിക്കണെന്ന് പറഞ്ഞാൽ ആ നിസ്കാരത്തിൽ നിയ്യത്തിന്റെ നേരത്ത് അതാണ് സംസാരമെങ്കിൽ, വിചാരമെങ്കിൽ നിസ്കാരം ബാത്തിലാണ്. അത്ര തന്നെ ഫുഖഹാ മുഴുവൻ പറഞ്ഞില്ലെങ്കിലും അല്ലാഹ് എന്നാണ് അപ്പം കരുതേണ്ടത് എന്ന് ഉറപ്പാണല്ലോ. ചുരുങ്ങിയ നിയ്യത്തിന്റെ വാചകം, ചുരുങ്ങിയ നിയ്യത്തിന്റെ ഉള്ളടക്കം ഇതാണ്. അല്ലാഹ്ക്കും വേണ്ടി നിസ്കരിക്കുക. അല്ലാഹ്ക്കും വേണ്ടി എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ പ്രതിഫലം കിട്ടാനല്ല, അല്ലാഹുവിന്റെ ഇഖാബിൽ നിന്ന് രക്ഷ കിട്ടാനല്ല, നരകത്തിൽ നിന്ന് കാക്കപ്പെടാനല്ല, സ്വർഗപ്രവേശനം കിട്ടാനല്ല, ദുനിയാവിലെ സുഖങ്ങൾക്ക് വേണ്ടിയല്ല, പനി വിടാനല്ല, രോഗം മാറാനല്ല, ഉദ്ദേശം സഫലമാകാനല്ല, മറ്റൊരാവശ്യവും എനിക്കില്ല. എന്നെ പടച്ച റബ്ബ്, ആ റബ്ബിന് വേണ്ടി വിധേയപ്പെടാൻ നിർദ്ദേശിക്കപ്പെട്ട അടിമ, ഉടമക്ക് മുന്നിൽ നിൽക്കുന്ന, വിധേയപ്പെട്ടു നിൽക്കുന്ന വിനയമുള്ള അടിമ, ആ അടിമ അടിമത്വം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന വിദ്യയാണ് നിസ്കാരം. അല്ലാഹു അക്ബർ, എല്ലാറ്റിനേക്കാളും വലുത് അല്ലാഹ്. അപ്പൊ കൈ ഉയർത്തുന്നതോടുകൂടെ ആലമുൽ ആഖിറത്തിനെ തൊട്ടും ദുനിയാവിനെ തൊട്ടും അവൻ വിട പറയുകയാണ്. അല്ലാഹു തആല മാത്രമേ ഉള്ളൂ. അപ്പൊ ചിന്തിക്കണം, അല്ലാഹുവാണ് ഏറ്റവും വലുതെന്ന് പറയുന്നവർ മനുഷ്യൻ, എന്റെ ഭാര്യയാണ് വലുതെന്ന് പറയുന്നവരവരുടെ കൂട്ടത്തിലുണ്ട്, ഉമ്മയാണ് വലുതെന്ന് വിചാരിക്കുന്നവരവരുടെ കൂട്ടത്തിലുണ്ട്, കന്നുകളാണ് വലുതെന്ന് കരുതുന്നവരവരുടെ കൂട്ടത്തിലുണ്ട്, കച്ചവടമാണ് വലുതെന്ന് കരുതുന്നവരുടെ കൂട്ടത്തിലുണ്ട്, ഇൽമാണ് വലുതെന്ന് കരുതുന്നവരുണ്ട്, കിതാബും ദർസുമാണ് വലുതെന്ന് പറയുന്നവരുണ്ട്. നമ്മൾ ഓരോരുത്തരും ഏർപ്പെടുന്ന ജീവിതത്തിന്റെ മേഖല എന്താണോ, തൊഴിലിന്റെ വിജയപ്പാട് എന്താണോ, അതാണ് വലുതെന്ന് വിചാരിക്കുന്ന മനുഷ്യനും പറയാൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള നിസ്കാരത്തിലേക്ക് പോകുമ്പോൾ അല്ലാഹു അക്ബർ, അതിലേക്കെല്ലാം വലുത് അല്ലാഹുവാൻ. ഈ വിചാരം നീയത്തോടൊപ്പം അല്ലാഹു അക്ബർ എന്ന് ചൊല്ലുന്ന സമയത്ത് ഒരിക്കലെങ്കിലും നമ്മൾ അനുഭവിച്ചിട്ടുണ്ടോ? ഈ വിചാരം നമ്മുടെ മനസ്സിൽ മിന്നി പറഞ്ഞിട്ടെങ്കിലുമുണ്ടോ? അല്ലാഹുവാണ് ഏറ്റവും വലുതെന്ന് ഇല്ല. നമ്മളിവിടെ ഉയർത്തി പറയുന്നത് അല്ലാഹു അക്ബർ. ഇനി നമ്മൾ മന്ത്രം ഉരുവിട്ടുകൊണ്ട് അല്ലാഹുവിന്റെ ലോകത്തിലൂടെ, അല്ലാഹുവിന്റെ സിഫത്തുകളിലൂടെ, അല്ലാഹുവിന്റെ ദാത്തിനെ കുറിച്ചുള്ള ഗൈബിന്റെ ലോകത്തിലൂടെ പ്രയാണം നടത്തുകയാണ്. അല്ലാഹുവിന്റെ ഹബീബായ നബി അർശും കുർസിയും കഴിഞ്ഞ് ബഹറുൻ നൂർ എന്ന് പറയുന്ന മനുഷ്യന്റെ പടപ്പിന്റെ വിധാനം കഴിഞ്ഞു പോയില്ലേ? മീമും വഹാമീമും വദാലുൻ മാല അൻ കുല്ലിൽ മഖാം മഖാമ അവദ് നഫ്തി ഫശൂരി ലിൽ ഖാലിഖിന്റെയും ഖൽഖിന്റെയും ഇടയിലുള്ള വിധാനം, ആ രണ്ട് വിധാനത്തിന്റെയും നടുവിലായി പടപ്പുകൾക്കും പടച്ചവനും ഇടയിലുള്ള മാധ്യമമായി
അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ആ വിധാനത്തിൽ എല്ലാ പടപ്പിന്റെ വിധാനവും കഴിഞ്ഞ് പടപ്പുകളുടെ നേതാവായ മലക്കുകൾ ചുമന്നു നിൽക്കുന്ന അർശിന്റെ അപ്പുറം ക്ഷീണമില്ലാതെ അല്ലാഹുവിനെ തസ്ബീഹ് ചൊല്ലുന്നവരായ മലക്കുകൾ വേറെയുണ്ട്. അവരുടെയും വിധാനം കഴിഞ്ഞുള്ളതാണല്ലോ അല്ലാഹു തആലാന്റെ ഹബീബായ നബിതങ്ങൾ പോയ വിധാനം. ആ വിധാനത്തിലൂടെ തന്നെയാണ് നമ്മയും നിസ്കാരത്തിൽ പ്രയാണം നടത്തിക്കുന്നത്. രണ്ട് പ്രാരംഭ പാഠങ്ങളാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്നത്. ഒന്ന്, അല്ലാഹുവിന്റെ റസൂൽ അധികവും ചൊല്ലിയിരുന്ന പ്രാരംഭ പ്രാർത്ഥന ഇതാണ്: സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക വതബാറക ഇസ്മുക വതആലാ ജദ്ദുക വലാ ഇലാഹ ഗൈറുക. ഈ പ്രാരംഭ പ്രാർത്ഥന. മറ്റൊന്ന് നമ്മൾ ചൊല്ലുന്ന വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർദ്. ഈ രണ്ട് പ്രാരംഭ പ്രാർത്ഥനകളിലൂടെ സഞ്ചരിക്കുമ്പോഴും അല്ലാഹു തആലാന്റെ ഏറ്റവും പിരിശപ്പെട്ടവരായ അടിമകളുടെ മേറാജ്, അവരനുഭവപ്പെട്ട ആത്മീയ മേറാജ്, അല്ലാഹുവിന്റെ വിധാനത്ത്, അല്ലാഹു തആലാന്റെ ജലാലിന്റെ ലോകത്ത്, അല്ലാഹു തആലാന്റെ സിഫാത്തിന്റെ ലോകത്ത്, അല്ലാഹുവിന്റെ പരിപൂർണതയുടെ വിധാനത്തിൽ അവർ ചൊല്ലിയ ഏറ്റവും മുന്തിയ ദിക്ർ സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക. മനുഷ്യനെ പടക്കുന്നതിനെ കുറിച്ച് ആരാഞ്ഞപ്പോൾ മലക്കുകൾ അല്ലാഹുവോട് പറഞ്ഞ എന്താ? വനഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക. ഞങ്ങൾ സുബ്ഹാനല്ലാഹ് വബിഹംദിക എന്ന് പറയണില്ലേ? അനക്കെന്തിനാ മനുഷ്യനെ? നിന്നെ വാഴ്ത്താനാ, നിന്നെ സ്തുതിക്കാനാ ഞങ്ങളില്ലേ? നിനക്ക് തസ്ബീഹും ഹംദും ചൊല്ലുന്ന ജോലിയല്ലോ ഞങ്ങൾക്ക്. അപ്പൊ തസ്ബീഹും തഹ്മീദും ചൊല്ലാൻ വേണ്ടി അല്ലാഹു തആല നിശ്ചയിച്ചിരുന്ന, ഇന്നും ആ ഇടപാട് നടത്തിക്കൊണ്ടിരിക്കുന്ന മലക്കുകളുടെ ദൗത്യം തന്നതാണല്ലോ. ആകാശലോകത്തൊരു കാൽപാദം വെക്കാനുള്ള സ്ഥലമില്ല. ഒരു മലക്കവിടെ റാക്കിആൻ, അല്ലെങ്കിൽ സാജിദാൻ, അല്ലെങ്കിൽ തസ്ബീഹിലാൻ, അല്ലെങ്കിൽ ഇരുത്തത്തിലാൻ അല്ലാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ട് സുജൂദിലോ റുകൂഇലോ നൃത്തത്തിലോ നിരന്തരമായി നിൽക്കുന്ന അല്ലാഹുവിന്റെ മലക്കുകൾ. ആകാശലോകത്തെ മുഴുവൻ ജീവിതം, ആ ആകാശലോകത്തെ പടപ്പുകളുടെ ജീവിതം ഇങ്ങനെയാണ്. അതുപോലെ പരിശുദ്ധമാകണം ഭൂമി. അവരിലേറെ പരിശുദ്ധർ ഭൂമിയിലാണ്. മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭൂമിയിലാണ്. ഇബ്രാഹിം നബി തങ്ങൾ ജീവിച്ചത് ഭൂമിയിലാണ്. പരിശുദ്ധരിൽ പരിശുദ്ധരായ മലക്കുകളെക്കാൾ പരിശുദ്ധർ, മലക്കുകളിൽക്കാൾ പരിശുദ്ധർ അമ്പിയാക്കളിൽ പരിശുദ്ധരായ മുത്തനബി അടക്കമുള്ളവരാണ്. ആ നബി അടക്കമുള്ളവർ ജീവിച്ച ഇവിടെയും വേണം തസ്ബീഹും തഹ്മീദും. നമ്മളും പറയുന്നു സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക. എന്റെ അർത്ഥത്തിലൂടെ ആലോചിച്ചാൽ അല്ലാഹു തആല എല്ലാ ന്യൂനതകളിൽ നിന്നും ഒഴിവാ. എല്ലാ പരിപൂർണതകളും അല്ലാഹുണ്ട്. എല്ലാ പരിപൂർണതകളും എല്ലാ ന്യൂനതകളിൽ നിന്നും മുക്തമായ ഒരു ദാത്ത് മനസ്സിന്റെ അകത്ത് കുടിയതിന്റെ ദാത്വം അങ്ങനെയല്ല, നിന്റെ ഗുണം അങ്ങനെയല്ല. ഖദീമല്ലേ, അസൽ. ഇനി ഭാവിയിൽ നോക്കിയാലോ നശിക്കുന്നുണ്ടോ? നമ്മളൊക്കെ അങ്ങനെയല്ല. കുറച്ചപ്പുറം നോക്കിയാൽ അവിടെ നാശം കാണാണ്ട്. ഇനി ഭാവി നോക്കിയാൽ നാശം കാണാണ്ട്. ഈ ലോകത്തെ സകലത്തിലും നാശം കാണാണ്ട്. അള്ളാന്റെ പടപ്പുകളിൽ എല്ലാത്തിലും നാശം കാണാണ്ട്. അർശ് കുർസി പോലെ സ്ഥിരമായി നിൽക്കുന്ന, പടച്ചതിന് ശേഷം നശിക്കാത്ത സ്വർഗ നരകം പോലത്തെ പടപ്പുകളെ കൂട്ടിക്കോളി. ഇല്ലായ്മ അതിന് മുന്നിലുണ്ട്. അസൽ, കഴിഞ്ഞ കാലത്തില്ലായ്മയുണ്ട്. ഇല്ലായ്മയിൽ നിന്ന് പടക്കപ്പെട്ടതാണ്. അല്ലാഹുവല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. ആദിയിൽ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന ബൈബിളിന്റെ വാചകമില്ലേ? ഇത് റസൂലുള്ളാഹിന്റെ ഹബീബായ നബിന്റെ വാക്കാ. കാനല്ലാഹു വലം യകുൻ ഷൈ. ഒന്നും ഉണ്ടായിരുന്നില്ല, അല്ലാഹു മാത്രമേ ഉള്ളൂ. ആ അല്ലാഹു മാത്രം ഉണ്ടായിരുന്ന അന്നും തബാറക ഇസ്മുക. അനശ്വരനാണ്. അനശ്വരനായ അല്ലാഹുവിന്റെ ആദികാലം ആദിയില്ല, അന്ത്യകാലം അവസാനമില്ല, അനാദ്യനും അനന്തനുമായി എന്നും ഇങ്ങനെയൊക്കെ പറയാനുണ്ടോ? കാലാതീതനല്ലേ നീ. അതാ പിന്നീട് നമ്മൾ പറയുന്നത് നിന്റെ മഹത്വം അതിന്റെ പാരമത്തിലെത്തിയിരിക്കുന്നു. കാലങ്ങൾക്കൊക്കെ അപ്പുറം, അസലും അബദുമല്ല. കാലങ്ങളൊക്കെ അപ്പുറം വിട്ട് നിനക്ക് തുല്യനായി ആരുമില്ല, നീ മാത്രമാണ് ഇലാഹ് എന്ന് പറഞ്ഞാൽ മഅരിഫത്തിന്റെ വിധാനത്തിൽ അള്ളാഹുവിനെ അറിയാൻ ഇതിന്റെ അപ്പുറഞ്ഞൊരു വാക്കില്ലല്ലോ. ഒരജ്ജഹത്വം അവസാനിച്ചു. അപ്പോഴേക്കും അള്ളാഹു മാത്രം ഇലാഹ്, ഞാനടക്കമുള്ള ലോകവും മുഴുക്കി അവന്റെ ഉടമസ്ഥതയിലുള്ള പടപ്പുകൾ എന്ന വിധാനത്തിൽ, അള്ളാഹിന്റെ വിധാനത്തിൽ നിൽക്കുന്ന ആൾ രണ്ടാമത് പിന്നെയും വരിക രണ്ടാമത്തെ വജ്ജഹത്ത് ഓതുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിൽ ഒന്നുള്ളെങ്കിൽ ഒന്ന്
വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ്സമാവാത്. ഇപ്പോൾ നമ്മൾ ചൊല്ലിയ തസ്ബീഹ് ഇഫ്തിതാഹിന്റെ ദുആ മലക്കുകളുടെ തസ്ബീഹാൻ, റസൂലുള്ളാഹിന്റെ തസ്ബീഹാൻ, അള്ളാന്റെ മുഖറബായ മലക്കുകളുടെ തസ്ബീഹ്, ഏറ്റവും ശറഫാക്കപ്പെട്ട നബിയുടെ തസ്ബീഹ് ചൊല്ലിയിട്ടുള്ള നാം ഇനി ഓതുന്നത് വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ്സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രികീൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയാണ് മിഅ്റാജ്. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന മിഅ്റാജിൽ വജ്ജഹ്തു വജ്ഹിയ എന്ന് ഓതുമ്പോൾ എന്റെ തിരുശരീരം, എന്റെ ഈ ശരീരം പടച്ചവനെ നിന്നിലേക്ക് ഞാനിതാ തിരിച്ചിരിക്കുന്നുവെന്ന് പടച്ചവന്റെ തിരുവിധാനത്തിൽ പോയി നിന്നുകൊണ്ട് സംസാരിക്കുന്ന ഒരു മനുഷ്യൻ പറയുമ്പോ ഇബ്രാഹിം നബി തിരിച്ച ആ തിരിപ്പാണ് അവൻ തിരിക്കുന്നത്. إني وجهت وجهي للذي فطر السماوات والأرض حنيفا وما أنا من المشركين. എന്ന് നക്ഷത്രങ്ങളെ കണ്ട്, ചന്ദ്രനെ കണ്ട്, സൂര്യനെ കണ്ട് അതൊക്കെ ദൈവമാണെന്ന് തന്റെ ലോകരെ പഠിപ്പിക്കാൻ വേണ്ടി അഭ്യാസത്തിലൂടെ പഠിപ്പിച്ചു കൊടുക്കുന്ന കൂട്ടത്തിൽ എല്ലാം ദൈവമാകാൻ പറ്റില്ലെന്ന് ബോധ്യപ്പെടുത്തിയ ശേഷം നക്ഷത്രാരാധകരായിരുന്ന, നക്ഷത്രങ്ങളെ പൂജിച്ചിരുന്ന, നക്ഷത്രങ്ങളെ വലുതായി കണ്ടിരുന്ന ആ ജനതയുടെ മുൻപിൽ ഏറ്റവും വലുതായി കാണുന്ന നക്ഷത്രമായി സൂര്യൻ പോലും ഇലാഹാകാൻ പറ്റില്ല എന്ന് ബോധ്യപ്പെടുത്തിയിട്ട് ആ ലോകത്തോട് ഉച്ചൈസ്തരം പ്രഖ്യാപിച്ചത്. രണ്ടാമത് നമ്മൾ നടത്തുന്ന അനുബന്ധമോ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ആരംഭ നബിയോട് പറയാൻ വേണ്ടി നിർദ്ദേശിക്കപ്പെട്ടതാണ്, നബി പറഞ്ഞിട്ടുള്ളതുമാണ്. അള്ളാന്റെ ഹബീബായ നബിയുടെ പ്രാർത്ഥനയും മഹാനായ ഇബ്രാഹിം ഖലീലുല്ലാഹി ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയും രണ്ടുപേരുടെയും മിഅ്റാജിന്റെ വാചകങ്ങൾ ഒന്നിച്ച് സംസാരിച്ചുകൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത്. ഒരു വേള ഇബ്രാഹിം നബി അലൈഹിസ്സലാം പടച്ച റബ്ബിലേക്ക് തന്റെ ശരീരത്തെ തിരിച്ച ആ തിരിക്കലിനെ പറ്റി വാഴുകളിൽ കേട്ട വിവരങ്ങൾ വെച്ച്, നമ്മൾ കേട്ട പഠിച്ചറിഞ്ഞ വിവരങ്ങൾ വെച്ച് എല്ലാം വിട്ട് ചരിഞ്ഞ് ഭാരമാകാൻ, ഭസ്മമാകാൻ പറ്റുന്ന തീകുണ്ടാരത്തിലേക്ക് എറിയപ്പെടുന്ന നേരത്ത് പടച്ചോനോട് പോലും ദ്വാരക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോ പടച്ചോനറിയില്ലേ എന്തിനവനോട് ദ്വാരക്കണം എന്ന് ചോദിച്ച ആ ചഞ്ചലനായ ഇബ്രാഹിം, ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിലേക്ക് തന്റെ ശരീരത്തെ തിരിച്ച വാചകം ഉച്ചരിച്ചുകൊണ്ടാ നമ്മൾ കള്ളമായി പറയുന്നത് പടച്ചോനെ ഞാനും തിരിച്ചിരിക്കുന്നു. ഇബ്രാഹിം നബി തിരിച്ച വാചകം പോയിച്ചിട്ട് ഹബീബായ നബി തങ്ങൾ പറഞ്ഞു ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. അതാ പിന്നെ നമ്മൾ പറയുന്നത് അല്ലാഹുവിന്റെ റസൂൽ തന്റെ നിസ്കാരം, തന്റെ ഇബാദത്തുകൾ, തന്നെ ജീവിപ്പിച്ചതും മരിപ്പിച്ചതുമെല്ലാം അല്ലാഹുവാണെന്ന് ധരിച്ചതുപോലെ, അതൊക്കെ അല്ലാഹുവാണെന്ന് ഉറപ്പിച്ചതുപോലെ ഞാൻ മുശ്രിക്കല്ല, ഞാൻ മുസ്ലിമാൻ എന്ന് നബി പ്രഖ്യാപിച്ചതുപോലെ പറയാൻ നമുക്ക് പറ്റുമോ? അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. മറ്റുള്ളവർക്ക് നിന്റെ കയ്യിന്റെ ഉപദ്രവമേൽക്കാൻ, മറ്റുള്ളവർക്ക് നിന്റെ ശരീരത്തിന്റെ ഉപദ്രവമേൽക്കാതെ ജീവിക്കാൻ പറ്റുമെങ്കിൽ അവനാണ് മുസ്ലിം എന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ ഹബീബായ നബിയുടെ മുസ്ലിം. ആ മുസ്ലിം എന്ന വാക്കാ നമ്മൾ വാന മിനൽ മുസ്ലിമീൻ, ഞാനൊരു മുസ്ലിമാണെന്ന് പടച്ചോന്റെ മുമ്പിൽ പ്രഖ്യാപിക്കുന്നത്. പക്ഷേ മനസ്സറിഞ്ഞ് പ്രഖ്യാപിച്ചാൽ ഇബ്രാഹിം നബിയുടെ മേറാജ് അവിടെ അനുഭവിക്കുകയാണ്. ഹബീബുല്ലാന്റെ നിസ്കാരത്തിലെ മേറാജും സാധാരണ മേറാജും അനുഭവിക്കുകയാണ്. അല്ലാഹുവിന്റെ തിരുഹളറത്തിൽ മാത്രം നിന്നുകൊണ്ട് ആ സംസാരം, ഇത് സംസാരിച്ചു നിൽക്കുമ്പോൾ ഈ വിധാനത്തിലെത്തി നിൽക്കുന്ന ഒരാൾക്ക് ഇനി അല്ലാഹുവിന്റെ മഅരിഫത്തിന്റെ കവാടത്തിലൊന്നും അടഞ്ഞിട്ടില്ല, മുഴുവൻ തുറക്കുകയാണ്. പടച്ചവനെ പറ്റി നമ്മൾ വിശ്വസിക്കേണ്ടതിന്റെ പാരമ്യത്തിലാണ് നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞത്. നമ്മളൊക്കെ അടിമകൾ, ലോകം മുഴുക്ക അവന്റേത്, നമ്മുടെ ജീവിതവും മരണവും അവന്, എല്ലാറ്റിനെയും സൃഷ്ടിച്ചതവന്, ആകാശഗോളങ്ങളെ പടച്ചതവൻ, ഭൂമിയെ പടച്ചതവൻ, എല്ലാം പടച്ചതവൻ, എല്ലാവരും അവന്റെ അടിമ, എല്ലാവരും അവന്റെ പടപ്പ്. ഇതിന്റെ അപ്പുറം എന്താ? ഒരു ത്വരീക്കത്തിനും കിട്ടൂല ഇതിന്റെ അപ്പുറം വിവരം. ഇതിന്റെ അപ്പുറം വിവരം ഒരു ത്വരീക്കത്തിനും കിട്ടൂല. ഏറ്റവും അധികം അള്ളാഹിനെ പറ്റി അറിവുള്ള ആള് നബിമാര് കഴിഞ്ഞാൽ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. സിദ്ദീഖുൽ അക്ബർ പറഞ്ഞവർ എന്താ പറഞ്ഞോ? അൽഅജ്സു അൻ ദറകിൽ ദുറാഖി ദുറാഖു. അള്ളാഹിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാകലാണ്.
അള്ളാനെ മനസ്സിലാക്കാൻ കഴിയില്ല നമുക്ക് എന്ന് മനസ്സിലാകൽ ഇദ്റാഖു, അതാണ് അള്ളാനെ മനസ്സിലാക്കൽ. ഇതിന്റെ അപ്പുറം ഒന്നില്ല. വേറെ എന്ത് വാച്ചോട്ടാപം നടത്തിയാലും ലാ ഇലാഹ ഗൈറുക വഅന മിനൽ മുസ്ലിമീൻ, നീയാണ് എന്റെ മുന്നിൽ എന്ന് പറയുന്ന വാക്ക്. ഈ വിധാനത്തിൽ ആത്മീയമായി ഉരുവിടുന്ന മന്ത്രങ്ങൾ മനസ്സിൽ കടന്നിട്ടുള്ള ഒരാളാണെങ്കിൽ മനസ്സുകൊണ്ടും വാചകം കൊണ്ടും അവന്റെ മനസ്സുകൊണ്ടും വാചകം കൊണ്ടും ഒന്നിച്ച് അർത്ഥമറിഞ്ഞ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആത്മീയമായ മെഹറാജ് ഇവിടെ പാരമ്യത്തിലെത്തുകയാണ്. ആ സമയത്ത് അവൻ പിശാചിനെ തൊട്ട് കാവൽ തേടുക. പിന്നെ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. കാരണം വലിയ മഹത്തായ വിധാനത്തിലെത്തുമ്പോഴാ പിശാച് തെറ്റിക്കുക. നമ്മളെ മെഹറാജൊക്കെ അവിടെ കിടക്കും, എന്താ കിടക്കണം, നമ്മൾ പിശാച് വന്ന അവിടെ നമ്മൾ പിശാചിനെ കാണുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഏതൊരു മഹത്വം കിട്ടിയാലും, ഏതൊരു നന്മ കിട്ടിയാലും, ഏതൊരു വലിപ്പം കിട്ടിയാലും, ഫള് കിട്ടിയാലും അവിടെ വരുന്ന വലിയൊരു കേടുണ്ട്, മഹാപാപം, ഉജുബ്. അതെനിക്ക് കിട്ടിയാലോ, ഒരാളായല്ലോ, അതിനകപ്പെരുമ എന്നാ പണ്ടർത്ഥം വെക്കാറുള്ളത്. അത് കിട്ടിയല്ലോ എന്ന് മതി. 2 നിസ്കരിച്ച അൽഹംദുലില്ലാഹ് നിക്കാരം കിട്ടിയല്ലോ എന്ന്. ആ നിക്കാരം സമയത്തുണ്ട്. സൂര്യൻ അസ്തമിക്കാൻ വേണ്ടി പോകുമ്പോഴാണ് അസ്തമിക്കാൻ പോയത്. സമയം ആയിരിക്കും നോക്കുമ്പോൾ 2 മിനിറ്റും കൂടിയുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. രണ്ടും കഴിഞ്ഞാൽ മനസ്സിനുണ്ട് അൽഹംദുലില്ലാഹ് ഖളായില്ലോ എന്ന് തോന്നണേ. പക്ഷെ അള്ളാന്റെ റസൂലാണ് പഠിപ്പിച്ചെന്ന അൽഹംദുലില്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് എന്നാണല്ലോ. നോക്കിങ്ങള് നിസ്കാരം കഴിഞ്ഞാൽ അള്ളാന്റെ റസൂല് പഠിപ്പിച്ചെന്നതും അള്ള പറഞ്ഞതും അസ്തഗ്ഫിറുല്ലാഹ്. അവിടെ അൽഹംദുലില്ലാഹ്ക്ക് സ്ഥാനമല്ല. എന്താണത് അർത്ഥം? ഏത് കർമ്മം കിട്ടിയാലും ആ കർമ്മം കിട്ടി ചെയ്തു എന്ന് മനസ്സിൽ വരുന്നത് തന്നെ വലിയൊരു പാപ. ആ പാപം ഇവിടെ വരാതിരിക്കാൻ അള്ളാഹു പ്രത്യേകം നിർദ്ദേശിക്കുന്നു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഖുർആൻ ഓതാൻ തുടങ്ങുമ്പോൾ അഊദു ചൊല്ലണം. എല്ലാ റക്അത്തിലും ചൊല്ലണം. പിന്നീട് നമ്മൾ ചൊല്ലുന്നത് സ്വർഗത്തിന്റെ ബാക്കി 7 കവാടങ്ങളും തുറക്കാനാണ്. ഒരു കവാടപ്പം തന്നെ തുറന്നു, മഅരിഫത്തിന്റെ ബാബ്, മുഫത്തഹത്തുൽ ലഹുമുൽ അബ്വാബ്. സ്വർഗത്തിന്റെ 8 കവാടങ്ങൾ. ഒന്നാമത്തെ കവാടം മഅരിഫത്തിന്റെ ബാബ്. നമ്മൾ ലാ ഇലാഹ ഗൈറുക വഅന മിനൽ മുസ്ലിമീൻ വജ്ജഹ്തു അല്ലെങ്കിൽ സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക ചൊല്ലുന്നതോടുകൂടെ അതിൻ്റെ അകത്ത് മഅരിഫത്ത്, അല്ലാഹുവിനെ സംബന്ധിച്ച അറിവുണ്ട്. ഈ അറിവിന്റെ കവാടം തുറന്നാൽ പിന്നെ നമ്മള് ശുക്രിന്റെ കവാടം, അൽഹംദുലില്ലാഹ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ദിക്റിന്റെ കവാടം. അടിയാനെന്ന് പറഞ്ഞാൽ ദക്കറനി അബ്ദി, എന്റെ അടിയാൻ എന്നെ സ്മരിച്ചു എന്നാ അള്ളാഹു പ്രതികരിക്കുക. ഇതിനെ പിന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ദിക്റിന്റെ കവാടമാണത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹമിദനി അബ്ദി, എന്റെ അബ്ദ് എന്നെ സ്തുതിച്ചു. ശുക്റിന്റെ അടിസ്ഥാനമാകുന്നു ഹംദ്. അപ്പൊ ശുക്റിന്റെ കവാടം, സ്വർഗത്തിന്റെ 3ാമത്തെ കവാടം ശുക്റിന്റെ കവാടം. അർറഹ്മാനിർ റഹീം, അല്ലാഹുവിന്റെ റഹ്മത്ത്, റബ്ബുൽ ആലമീനായ അല്ലാഹ് എന്ന് പറഞ്ഞപ്പോഴേക്ക് അല്ലാഹുവിന്റെ ആ ഭയങ്കരമായ മഹത്വവും അല്ലാഹുവിന്റെ തിരുവിധാനവും മനസ്സിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത വിമ്മലും പൊട്ടലും പോകാൻ അല്ലാഹ് തന്നെ കൂട്ടി പഠിപ്പിച്ചതാ റഹ്മാനിർ റഹീം. പരമറഹ്മത്ത് റഹീം എന്നൊക്കെ പറയുമ്പോ അല്ലാഹുവിലേക്ക് റജാ വരുന്നു. റജാഇന്റെ കവാടം. വല്ലാതെ റജാവ് കയറിയാൻ പറ്റൂല. അപ്പൊ ഏത് തോന്നിയാസം കഴിഞ്ഞിട്ട് അള്ള ഓർക്കും, അള്ള കാണിച്ചു, അള്ളഹാനോട് പറയാന്നറിയണ ആ നിലവാരത്തിലേക്ക് എത്തും. ഉദാസീനത അപ്പം വരണം. ജസാഇന്റെ നാളിന്റെ അധികാരി. ജസാഇന്റെ നാള് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും ആളുകളെ ചേർക്കാൻ വേണ്ടി വിചാരണ ചെയ്യുന്ന, പിടിച്ചു നിർത്തുന്ന, ചോദ്യം ചെയ്യുന്ന, പാളം കടക്കുന്ന ആ നാൾ. ആ നാള് മനസ്സിലെത്തുന്നതോടുകൂടെ ഖൗഫിന്റെ കവാടം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹുവിനെയും അടിമയെയും രണ്ടും അറിഞ്ഞിട്ട് ഞാൻ നിന്റെ അടിമയാകുന്നു, നിനക്ക് ഇബാദത്ത് ചെയ്യാൻ കടമപ്പെട്ടവൻ, ഞാൻ നിന്റെ ആശ്രിതനാകുന്നു, നിന്റെ സഹായത്തെ മാത്രം ആശ്രയിക്കാൻ പറ്റിയവൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുമ്പോ ഇഖ്ലാസിന്റെ കവാടം തുറക്കുകയാണ്. സ്വർഗത്തിന്റെ മറ്റൊരു കവാടം ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ദുആ, ബാബു ദുആ. 7 കവാടമായി. പിന്നത്തെ കവാടം അല്ലാഹു അനുഗ്രഹിച്ച മഹാന്മാരോടൊപ്പമുള്ള കൂട്ടാൻ, അർ-റഫീഖൽ അഅ്ലാ.
വഹസുന ഉലൈക റഫീഖാ. ഏറ്റവും നല്ല കൂട്ടുകാരാരായിരിക്കും, ഏറ്റവും നല്ല മുന്തിയവരാരായിരിക്കും എന്ന നോട്ടം. സ്വർഗത്തിന്റെ എല്ലാ കവാടവും കഴിഞ്ഞാൽ അമ്പിയാക്കളോടുകൂടെ കൂട്ടുലഭിക്കുക, സിദ്ദീഖുകളോട് കൂട്ടുലഭിക്കുക, എല്ലാവരോടും കൂടെ കൂട്ടുലഭിക്കുക, അവരെ കാണാനെങ്കിലും കഴിയുക. മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖാ. നബിയേ, അങ്ങ് കാണാതെ ജീവിക്കാൻ കഴിയാത്ത എന്റെ ഈ ജീവിതം എനിക്ക് ആഖിറത്തിൽ വെച്ച് എങ്ങനെ നടത്താൻ കഴിയും? അങ്ങേ കാണാതിരിക്കുമോ എന്ന് അല്ലാഹുവിന്റെ നബിയുടെ മുമ്പിൽ അവിടത്തെ പരിചാരകനായ മൗലയായ സൂബാൻ റളിയല്ലാഹു അൻഹു തങ്ങൾ വന്ന് പങ്കടം പറയുമ്പോൾ ഇറങ്ങിയ ആയത്താണല്ലോ. പേടിക്കണ്ട, കാണാം. അല്ലാഹുവിന്റെ റസൂലിനും വഴിപ്പെട്ട് ജീവിച്ചാൽ നബിമാര് കൂട്ടിനുണ്ട്, സിദ്ദീഖുകൾ കൂട്ടിനുണ്ട്, ശുഹദാ കൂട്ടിനുണ്ട്. അവരോടുകൂടെയുള്ള കൂട്ടിലേക്ക് പോകുന്ന കവാടം ബാബുലിഖ്തിദാ. ആ കവാടമാണ് സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ഇത് ഫാത്തിഹ നമ്മക്കറിയുന്ന അർത്ഥത്തിലൂടെ ആലോചിച്ചിട്ട് കിട്ടുമ്പോ ആത്മീയമായ രണ്ട് മേറാജും ഇവിടെ നടന്നത്. ദുന്യാവ് ആലമുൽ മുൽക്കിൽ നിന്നും ആലമുൽ ദുന്യാവിൽ നിന്നും ആലമുൽ ആഖിറത്തിൽ നിന്നും കൈവെടിഞ്ഞിട്ടാണ് നമ്മളെ പോക്ക്. പിന്നെ അവിടെ നിന്ന് പോയതൊക്കെ ഒഴിപ്പിന്റെ ലോകത്തിലൂടെയാ ആത്മീയമായ മേറാജ്. ഇനി നമ്മുടെ ശാരീരികമായ മേറാജ് നോക്കി ഏറെ വേണ്ട, നമ്മൾ നിൽക്കുക അല്ലാഹുവിന്റെ മുമ്പില്. നിൽക്കുന്ന നേരത്തെ റബ്ബുൽ ആലമീനായ റബ്ബിന്റെ മുമ്പിൽ നിൽക്കുന്ന നൃത്തം എത്രയോ വർഷത്തെ നൃത്തം. ആ നൃത്തമല്ലേ നമ്മളീ നിൽക്കുന്നത്? ആരെ മുൻപിലാ നമ്മളീ നിൽക്കുന്നത്? ആ നൃത്തം നമ്മളൊന്ന് നോക്കുക. നിന്നിട്ട് പിന്നെ നമ്മൾ ആ ഫാത്തിഹ സൂറത്ത് ഓതുന്നു. ഫാത്തിഹ സൂറത്ത് ഓതിയിട്ട് ഞാനിപ്പറഞ്ഞതുപോലെ രണ്ട് വജ്ഹത്തും സുബ്ഹാനക്കല്ലാഹുമ്മയും കഴിഞ്ഞ് അല്ലാഹുവിന്റെ തിരുവിധാനത്തിലെത്തിയിട്ട് പടച്ച തമ്പുരാന്റെ എല്ലാ ദിക്റുകളും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന സന്ദർഭത്തിലെത്തുമ്പോൾ അവന്റെ വിധാനത്തിലെത്തുന്ന അടിമക്ക് തോന്നുകയാണ് ഇനി അവനൊന്ന് വന്നിക്കണം, ആ തിരുമുമ്പിലൊന്ന് നമിക്കണം. ആ നമിക്കലാണ് റുകൂഅ്. ഒന്ന് കുനിഞ്ഞോക്കുക. കുനിഞ്ഞു നോക്കുമ്പോഴേക്കും അല്ലാഹുവിന്റെ മുമ്പിൽ കുനിഞ്ഞവനെ അല്ലാഹു സ്വീകരിക്കുകയാണ്. സമിഅല്ലാഹു ലിമൻ ഹമിദാ. അവിടെ പോയി സ്തുതിച്ച സുബ്ഹാന റബ്ബിയൽ അദീം വബിഹംദിഹി. അദീമായ അല്ലാഹു എത്ര പരിശുദ്ധനാണ്, അവനെ ഞാൻ വാഴ്ത്തുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ ഹംദ് ഞാൻ സ്വീകരിച്ചു. 3 പ്രാവശ്യമോ 5 പ്രാവശ്യമോ 7 പ്രാവശ്യമോ ചുരുങ്ങിയത് 3 പ്രാവശ്യം നമ്മൾ സാധാരണ പോലെ പറയാ. അങ്ങനെ പറഞ്ഞ ഒരാളെ സ്വീകരിച്ചു. തല ഉയർത്തു എന്ന് പറയുമ്പോൾ നമ്മൾ ഉയർത്തുന്നതാണ് രണ്ടാമത്. ഈ ശുക്ർ കൂടി ഓർക്കുമ്പോ ഇത്ര കുനിഞ്ഞാൽ പോരാ, ഇനി സാഷ്ടാംഗം കുനിയണം. നമ്മുടെ 7 അവയവങ്ങൾ കൊണ്ട് നിശ്ചയിക്കപ്പെട്ട സുജൂദ് എന്ന സാങ്കേതിക ഭാഷയിലുള്ള ഏറ്റവും വലിയ വന്ദനം നടത്തണം. ആ വന്ദനമാകുന്നു പിന്നെ നമ്മൾ നടത്തുന്ന പ്രവൃത്തി. ഇവിടെ നമ്മൾ 7 പ്രവൃത്തി വരികയാണ്. ഖിയാമ്, റുകൂഅ്, ഇഅ്തിദാല്, സുജൂദ്. ആ സുജൂദിന്റെ മഹാത്മ്യം സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി. അലീമല്ല, ആ അലീമിനെ വിട്ട് അത്യുന്നതനായ റബ്ബ്, ഇനി അതിന്റെ നേരെ വിധാനത്തിൽ ഒരാളില്ല, ഒരു ശക്തിയില്ല, ഒരു ശക്തിയുമില്ലാത്ത അത്യുന്നത ശക്തനായ റബ്ബിനെ വാഴ്ത്തിക്കൊണ്ടുള്ള സുജൂദ് കിട്ടുമ്പോ ഒന്നുകൂടി ചെയ്യാനുള്ള അനുഭൂതിയ. രണ്ടാമതൊന്നും കൂടി ചെയ്യണമെങ്കിൽ ഇടയിൽ നീക്കണം, അതിനൊന്ന് നീച്ചു കുത്തിരിക്കുക. എന്നിട്ട് രണ്ടാമത് എത്തിലും കഴിഞ്ഞു ആ സുജൂദ്. അഖ്റബുമായ ഒരു അബ്ദിയാൻ തന്റെ റബ്ബുമായി ഏറ്റവും അടുത്തു നിൽക്കുന്ന സന്ദർഭം. റബ്ബ് വന്ദിക്കാൻ വേണ്ടി പറഞ്ഞ, നമസ്കരിക്കാൻ വേണ്ടി പറഞ്ഞ, ബഹുമാനിക്കാൻ വേണ്ടി പറഞ്ഞ, വണ്ണപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതിന്റെ പാരമ്പര്യത്തിൽ നടത്തുക. ഇത് സുജൂദാ. സുജൂദിന്റെ അപ്പുറം ഒരു പണിയില്ല. സുജൂദ് നടത്തുന്നതിന് വിട്ടുങ്ങാണ്ട് 8 കൂട്ടിയിട്ടൊക്കെ ഒരു സാഷ്ടാംഗം ചെയ്താൽ നമ്മളെ സുജൂദാണ് പൊളി. അതല്ല കൽപ്പിച്ചതല്ല. ഈ സുജൂദായിട്ട് നിൽക്കണം. ഈ കയ്യ്, കാല്, നെറ്റി, മുഖം, ഇതോടുകൂടി അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ നിൽക്കുന്നു. ഇത് ആവർത്തിക്കുന്നു. ഇടയിൽ 2 റക്അത്ത് എത്തുമ്പോൾ ഒരു നിസ്കാരത്തിന്റെ ചുരുങ്ങിയ കതിർ വരും. അപ്പൊ ഒരു ചെറിയ അത്തഹിയ്യാത്ത് നമ്മൾ 2 കതിറായ ആയല്ലോ എന്ന് എഴുതിയിട്ട് ആയിഷാ ബീവിന്റെ ഒരു ഹദീസ് ഇമാം ബുഖാരി നിവേദനം ചെയ്യുന്നത് 2 റക്അത്ത് വീതാ നിസ്കാരം ആദ്യം ഫർളാക്കിയത്, പിന്നെ ഏറ്റിയതാ.
യാത്രക്കാരന്റെ നിസ്കാരന്മാർ രണ്ടു തന്നെ ചുരുക്കിയെന്ന്. അത് വെച്ചാൽ നമ്മൾ ആദ്യത്തെ തഹിയ്യാത്തിന്റെ പൊരുള് കിട്ടും. 2 റക്അത്തായ ഒരു നിസ്കാരമായി. പിന്നെ അവിടെ നിന്ന് കിട്ടും. നിസ്കാരം അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ മിഅ്റാജിന്റെ ഏറ്റവും ഉദാത്ത ഭാവത്തിലാണ്. ആ മിഅ്റാജിന്റെ ഉദാത്ത ഭാവത്തിലെത്തുമ്പോൾ മിഅ്റാജിന്റെ ആ സമയത്ത് അഷ്റഫുൽ ഖൽഖായ തങ്ങൾ അല്ലാഹുവിന്റെ തിരുമുമ്പിൽ ഉയർത്തിയ ആ വാക്കുകളാണ് നമ്മൾ ഉരുവിടുന്നത്. അത്തഹിയ്യാത്തുൽ മുബാറകാത്തുസ് സ്വലവാത്തുത് തയ്യിബാത്തു ലില്ലാഹ്. വാക്കുകൊണ്ടുള്ള എല്ലാ കാഴ്ചകളും, സമൃദ്ധമായ എല്ലാ വാക്കുകൊണ്ടുള്ള എല്ലാ അഭിവാദനങ്ങളും, അസ്വലവാത്ത് കർമ്മങ്ങൾ കൊണ്ടുള്ള എല്ലാ അഭിവാദനങ്ങളും, അത്വയ്യിബാത്ത് മനസ്സുകൊണ്ടും വിചാരം കൊണ്ടുമുള്ള എല്ലാ അഭിവാദനങ്ങളും ലില്ലാഹ്, അല്ലാഹുവിനിക്കാണെന്ന് നമ്മൾ അല്ലാഹു തആലാന്റെ മുമ്പിൽ ചെന്നുകൊണ്ട് ആ വാക്കുച്ചരിക്കുമ്പോഴേക്കും ആ വിധാനത്തിൽ നമ്മൾ ഇതിന് കാരണക്കാരനായ നബിയെ കാണുകയാണ്. കാരണം നബിയാണല്ലോ മിഅ്റാജിന്റെ രാവിൽ ഈ വാക്കുച്ചരിച്ചത്. അല്ലാഹുവിന്റെ തിരുവിധാനത്തിലെത്തിയപ്പോൾ എന്താണ് കാഴ്ച അർപ്പിക്കേണ്ടത്, പടച്ചവനെ എങ്ങനെയാണ് ബഹുമാനിക്കേണ്ടത്, ഈ നബിക്ക് ഒരു നിമിഷം ആലോചിക്കാൻ അവസരമില്ലാത്ത സമയത്ത് അല്ലാഹു തന്നെ ഇട്ടുകൊടുത്ത വാചകമാണ് അത്തഹിയ്യാത്തുൽ മുബാറകാത്തുസ് സ്വലവാത്തുത് തയ്യിബാത്തു ലില്ലാഹ്. അത് നബിയിൽ നിന്ന് പകർന്നു കിട്ടിയ ഉമ്മത്ത് നബിയെ കാണാതെ എങ്ങനെ നിസ്കരിക്കാൻ കഴിയും? ഈ വാക്കുച്ചരിക്കുമ്പോൾ തീർച്ചയായും നബി മുന്നിൽ വരും. മുന്നിൽ വന്ന് നബിയെ മനസ്സിൽ നിരൂപിച്ച് തന്റെ മുമ്പിൽ ഇതാ എന്റെ ഹബീബ് നിൽക്കുന്നു, എന്റെ മാധ്യമം നിൽക്കുന്നു, പടച്ചവനിൽ നിന്ന് എനിക്ക് ഈ വാചകം കൊണ്ടുവന്ന മാധ്യമം അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നബിയേ തങ്ങൾക്ക് സലാം. ഇത് നോക്കിങ്ങള് അള്ളാന്റെ ഹദറത്തിൽ പോയിട്ട് അള്ളഹാനോട് തഹിയ്യാത്ത് പറഞ്ഞ് മിഅ്റാജിന്റെ പാരമ്പര്യത്തിലെത്തുന്ന വാചകം ഉച്ചരിക്കുമ്പോ അവിടെ നബി കടന്നു വരിക. വഹാബിക്ക് ഇത് ശിർക്കേക്കാരം. അള്ളാന്റെ ഒപ്പം വേറെ ആരോ കൂട്ടിച്ചേർത്തു. ഇവിടെ നബി മുന്നിൽ വരുന്നു. അത്തഹിയ്യാത്ത് ചൊല്ലി അള്ളാഹ്ക്ക് അഭിവാദനം അർപ്പിക്കുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് മുന്നിൽ വരുമ്പോൾ നമ്മൾ നബിനോട് പറയുന്നു അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അന്നേരം അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ തന്നെ പറഞ്ഞ വാചകമുണ്ട്. ആ നബിയുടെ പ്രതികരണം നബി പറയാനില്ലാഞ്ഞിട്ട് നമ്മൾ തന്നെ പറയുന്നു. നബിയുടെ പ്രതികരണം മനസ്സിൽ വെച്ച് അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. നബിന്റെ സലാം അടക്കലാത് എനിക്ക് മാത്രമായല്ല സലാം, നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. അള്ളാഹുവിന്റെ സകല അടിയങ്ങൾക്കും അല്ലാഹുവിന്റെ സലാമത്തുണ്ടാവട്ടെ. എല്ലാവർക്കും അല്ലാഹുവിന്റെ സലാമത്തും സിൽമും ഉണ്ടാകട്ടെ. ഇത് നബി തങ്ങളുടെ മറുപടിയാണ്. നബി തങ്ങളുടെ മറുപടിയും കഴിയുമ്പം പടച്ചോനെ അള്ളാഹിനോടും നബിനോടും ഒപ്പം മുനാജാത്ത് നടത്തി. നബിയുടെ പ്രതികരണം കേട്ട്, അള്ളാഹുവിന്റെ പ്രതികരണം കേട്ട് ഈ മേരാജ് നടത്താൻ എനിക്ക് ഇടയാകിയതും ഇട നൽകിയതും എന്താണ്? ആ ഇസ്ലാമല്ലേ, ഒരു ഷഹാദത്ത് കലിമ. അതാണ് നമ്മൾ ഓർത്തുമൊഴിയുന്നത്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. കഴിഞ്ഞു തശഹ്ഹുദ്, അത്തഹിയ്യാത്ത് കഴിഞ്ഞു. അത്തഹിയ്യാത്ത് ഈ ഒരൊറ്റ വാചകമല്ലേ നമുക്ക് ഈ സൗഭാഗ്യം മുഴുവൻ നൽകിയത്? അല്ലാഹു മാത്രമാണ് ഇലാഹ്, മുഹമ്മദ് നബിതങ്ങളാണ് എന്നേക്കുമുള്ള എന്നുമുള്ള അല്ലാഹുവിന്റെ തിരുദൂതർ. ബാക്കിയൊക്കെ താൽക്കാലിക ദൂതന്മാർ. അല്ലാഹുവിന്റെ ഹബീബ് എന്നെന്നുമുള്ള ദൂതർ, നിത്യദൂതരായ നിബിതങ്ങളാണ് ഇനി എന്നെന്നുമെന്ന് നിബിതങ്ങളോടും സലാം പറഞ്ഞ് അഭിവാദനം കഴിഞ്ഞ് മുനാജാത്ത് കഴിഞ്ഞിരിക്കുന്ന നമ്മുടെ മുൻപിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണല്ലോ ഇത് കൊണ്ടുവന്നത്. എന്തു കൊടുക്കും നബിക്ക് എന്ന വിചാരമാണ്. ആ വിചാരം നബിക്ക് കൊടുക്കാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ട ഏറ്റവും വലുത് കൊടുത്തിട്ട് നമ്മൾ അങ്ങ് തീർക്കുകയാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദനാ മുഹമ്മദ്. നബിക്കും നബിയുടെ കുടുംബത്തിലും നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്ന വാചകങ്ങളിൽ ഏറ്റവും പാരമ്പര്യത്തിലുള്ള വാചകം. ഞാൻ അതിന്റെ അപ്പുറമൊന്നുമില്ല. നബിക്ക് പുറത്തു കൊടുക്ക്, നബിന്റെ പദവി ഉയർത്ത്, നബിക്ക് അത് കൊടുക്ക് ഇത് കൊടുക്ക് എന്ന് പറയുന്നതൊക്കെ സ്വല്ലി അലാ മുഹമ്മദ് എന്നതിന്റെ ഉള്ളിൽപ്പെട്ടതാണ്. എല്ലാം ഉൾക്കൊള്ളുന്ന ഈ പ്രാർത്ഥന നടത്തുമ്പോൾ ഇതൊക്കെ ആരായി ഈ നബിയെ കൊണ്ടുവരാൻ ആദ്യം നടത്തിയത്? നബിയെ കൊണ്ടുവരാൻ വേണ്ടി ആദ്യം പരിശ്രമിച്ചത് അനദഅവതു അബീ ഇബ്രാഹിം. ഞാൻ എന്റെ ബാപ്പ ഇബ്രാഹിം നബിയുടെ ദഅവത്താകുന്നു. റബ്ബനാ വബ്അസ് ഫീഹിം റസൂലൻ മിൻഹും. ഇവരിൽ നിന്ന് തന്നെ ഒരു റസൂലിനെ അയക്കണേ പടച്ചോനെ എന്ന് ഇബ്രാഹിം നബി ദുആരുന്നതിന്റെ ഉത്തരമാകുന്നു ഞാനെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. അവിടെ ഇബ്രാഹിം നബിയും നബി തങ്ങൾ വരാനിടയാക്കിയ മാധ്യമവും നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നു. കമാ സല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം.
وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم. അപ്പോഴേക്ക് മനസ്സ് പറ്റ പോയോ? അള്ളാന്റെ റസൂല് ഇബ്രാഹിം നബി, അള്ളാന്റെ റസൂല് ഇബ്രാഹിം നബി, ഇതൊക്കെ വെളിയെന്ന് കിട്ടിയതാ. അപ്പൊ മാധ്യമങ്ങളുടെ മുന്നിൽ മാത്രമായോ? എടോ, ഇതൊക്കെ ഇബ്രാഹിം നബിയോ അതോ മുഹമ്മദ് നബിയോ മാത്രം തന്നതാണോ? ആരാണ് ഇതൊക്കെ നൽകിയത് എന്നുള്ള അള്ളാന്റെ ചോദ്യം ഉയരുന്നു. അപ്പൊ നമ്മൾ പറയാം, ഇന്നക ഹമീദും മജീദ്. ഇതൊക്കെ ലോകര. ഈ ലോകര വിട്ടാൽ നിന്നിൽ നിന്നാണ് ഇതിന്റെ ഒക്കെ അധികാരവും യജമാനത്വവും നിന്നിലാണ്. ഇന്നക ഹമീദും മജീദ്. പടച്ചോൻ തന്നെയാ ഹമീദും മജീദും. അല്ലാഹുവിനെ സ്തുതിക്കുന്ന വാചകം പറഞ്ഞു തീരുന്നതോടുകൂടെ നമ്മൾ പിന്നെ അവിടെ പിരിയാ. പക്ഷെ പിന്നെ പിരീനിന്റെ മുമ്പ് ചോദിക്കാനുള്ളതൊക്കെ ചോദിക്കുക. അതാ ദുആ. ആ ദുആ നടത്തുന്നതിനിടയ്ക്ക് നമ്മൾ മിഅ്റാജിൽ ഫർളാക്കപ്പെട്ടതും ഏറ്റവും അധികം സുന്നത്താക്കപ്പെട്ടതുമായ ആ ഭാഗങ്ങൾ ഇവിടെ കഴിഞ്ഞു. ഇവിടെ കഴിയുമ്പോ അല്ലാഹു തആലാന്റെ ദിക്റിന്റെ ഭാഗത്ത് മലക്കുകൾ അല്ലാഹു തആലാന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ അല്ലാഹുവിനെ ഓർക്കുന്നതിന് പകരം അല്ലാഹു മലക്കുകളുടെ മുമ്പിൽ പറയാ, എന്റെ അടിമ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ ഓർത്തു. ഇതൊക്കെ ഉദ്ധരിക്കും മലക്കുകൾ. ആരാപ്പി അടിമ? കാണാനൊരു മരവാ. പടച്ചോന്റെ വിളിയാണം വിടോ. നിസ്കാരം കഴിഞ്ഞ് പോകാതിരിക്കട്ടെ, നിന്നെ കാണാൻ എന്റെ മുഅലിദാ വരുന്നു. എന്റെ മലഅ്, നിന്റെ മലഇനേക്കാൾ വലിയ മലക്കുകൾ. ആ മലക്കുകൾ കാണാൻ വരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇടത്തും വലത്തും നമ്മുടെ സലാം ആ കാണാൻ വരുന്ന മലക്കുകൾക്ക്. ഈ അനുഭൂതി നമ്മുടെ നിസ്കാരത്തിലെ ആ തഹിയ്യാത്തിന്റെ സമയത്ത് മമ്മച്ചുരുങ്ങിയത് ഇത് നബിതങ്ങൾ മിഅ്റാജിന്റെ നേരത്ത് ഉച്ചരിച്ച വാചകമാണല്ലോ. ബിബിസാത്തി ഖുദ്സില്ലാഹി ലമ്മാ അൻവസലില്ലാഹി, ബിബിസാത്തി ഖുദ്സില്ലാഹി ലമ്മാ അൻവസൽ واحد تحيات الهدى المباركات والصلاة كما نقل في السيرة الحلبي حكات تميما صلوا عليه وسلموا تسليما. ജിബ്രീൽ അലൈഹിസ്സലാം പോലും കൂട്ടുപിരിഞ്ഞ ശേഷം അല്ലാഹുവിന്റെ ഹബീബ് റഫ്റഫൽ ഹുദറിലൂടെ കടന്നു ചെന്നിട്ട് പടച്ച തമ്പുരാന്റെ തിരുവിധാനത്തിലെത്തിയപ്പോ ബിസാത്തി ഖുദ്സില്ലാഹി ലമ്മാ അൻവസൽ ഹയ്യാഹു ലില്ലാഹി തഹിയ്യാത്തുൽ ഫുദൽ അത്തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ്. നബി തങ്ങൾ തിരുമുമ്പിൽ അർപ്പിച്ച വാചകമാണ്. ഈ വാചകം വെച്ചപ്പോഴേക്കു തന്നെ വലഹു മിനല്ലാഹിൽ കരീമിൽ മുജ്തബി ബിമുഹമ്മദിൻ മഹബൂബ് ബിഇൽമിൻ മൗഹബി ബിഅനിസ്സലാമു അലൈക യാ ഹാദൻ നബി ഖദ് ജാ ജവാബു ഇലാഹിഹി തഅദീമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് ആദ്യം പറഞ്ഞത് രാജാതിരാജനായ അല്ലാഹുവാണ്. ആരോട്? തന്റെ വിധാനത്തിൽ ചെന്ന് തിരുഹദ്റത്തിൽ വെച്ച് തന്നെ പുകഴ്ചയുടെ ഏറ്റവും വലിയ അപദാന വാക്യങ്ങൾ കൊണ്ട് പുകഴ്ത്തിയിട്ട് അഭിവാദ്യമർപ്പിച്ച മുഹമ്മദ് മുസ്തഫ എന്ന തന്റെ ഹബീബിന് സലാം. ഇത് കേട്ടപ്പോഴാണ് إذاك يدعو الله طه قائد مرضي تسليم علينا شامل بالصالحين كذاك ربي فاعل بدعائه للصالحين عميما صلوا عليه وسلموا تسليما. അന്നേരം നബി പ്രതികരിച്ചതാ, പടച്ചോനെ എനിക്ക് മാത്രമായിട്ടൊരു സലാം അവസാനിപ്പിക്കല്ല. അസ്സലാമു അലൈന വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. എല്ലാ സദ്വൃത്തരായ അല്ലാഹുവിന്റെ അടിയങ്ങൾക്കും നമുക്കും അല്ലാഹുവിന്റെ സലാം വേണോന്ന്. നോക്കിങ്ങടെ നബി സ്വാർത്ഥത ലേശമില്ലാതെ, പദവിയിലും എന്തെങ്കിലും തരത്തിലുള്ള അകപ്പൊരുമയില്ലാതെ പടച്ചോൻ അസ്സലാമു അലൈക എന്ന് നബിക്ക് മാത്രം സലാം കൊടുക്കുമ്പോൾ, സലാമത്ത് നേരുമ്പോൾ ആ ആശീർവാദത്തിന്റെ സമയത്ത് എല്ലാവർക്കും വേണോ എന്ന് അള്ളാന്റെ റസൂൽ വാശിയോടുകൂടെ പറഞ്ഞ വാക്കാ നമ്മൾ ചൊല്ലുന്ന അസ്സലാമു അലൈന. വഹുനാക ഹമലതു അർശിഹി ശഹിദു ബിഅല്ലാ റബ്ബ ഇല്ലല്ലാഹു തൗഹീദൻ വഅൻ ഹാദാ റസൂലുള്ളാഹി അബ്ദുൻ മുതമൻ ലിറിസാലത്തിൻ തബ്ലീഗിഹാ തഫഹീമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ.
ഹബീബും തമ്മിൽ, സൃഷ്ടികളിലെ ഹബീബായ അത്യുത്തമരായ മുഹമ്മദ് നബിയും ആ ഹബീബിന്റെ ഹബീബായ രാജാതിരാജനായ മലിക്കുൽ മുലൂക്കായ അല്ലാഹുവും തമ്മിൽ ഖാബ ഖൗസൈനി ഔ അദ്നാ, സൃഷ്ടിയും സൃഷ്ടാവും എന്ന ആ ബന്ധത്തിനപ്പുറം മറ്റൊരു ബന്ധവുമില്ലാതെ ലയിച്ചു നിൽക്കുന്ന ആ സമയത്തുള്ള അഭിവാദനങ്ങളുടെ വാചകങ്ങൾ കേട്ടപ്പോൾ അർശിനെ ചുമക്കുന്ന മലക്കുകൾ ഇത് കണ്ടിട്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഈ ഇലാഹ് തന്നെ ഇലാഹ്, മറ്റൊരു ഇലാഹില്ല, ഈ മുഹമ്മദ് നബി തന്നെ ഈ ഇലാഹിന്റെ തിരുദൂതർ, മറ്റൊരു ദൂതരില്ല എന്ന് മലക്കുകൾ പ്രഖ്യാപിച്ച ഷഹാദത്തും കൂടിയതാ നമ്മളെ തഹിയ്യാത്ത്. ഇതനുസരിച്ചുകൊണ്ട് നമ്മൾ ചൊല്ലുമ്പോൾ നമ്മൾ അനുവർത്തിക്കേണ്ട, മനസ്സിൽ നിരൂപിക്കേണ്ട രൂപമാണ് നമ്മൾ മിഅ്റാജിൽ പറഞ്ഞത്. ഇവിടെ നമ്മൾ നമ്മുടെ നിസ്കാരത്തിൽ ഇതേ രൂപത്തിൽ അള്ളാഹുവിനെ കാണുന്നു, അള്ളാഹുവിന്റെ ഹബീബിനെ ഓർക്കുന്നു, മിഅ്റാജിന്റെ വാചകങ്ങൾ വിലയിരുത്തുകയോ ഇല്ല. തുസല്ലി ബിലാ ഖൽബിൻ സ്വലാതൻ ബിമിസ്ലിഹാ യകൂനുൽ ഫതാ മുസ്തജിബൻ ലിൽഖൂബതി تظلل وقد أتممتها غير عالم تزيد احتياطا ركعة بعد ركعتي. മഹാനായ ഇസ്മാഈലുൽ മുഖ്രി റളിയല്ലാഹു അൻഹു സുദീർഘമായ തന്റെ കവിത, സാരോപദേശമടങ്ങിയ നല്ലൊരു ഉദ്ബോധനം. ആ ഉദ്ബോധത്തിനിടയിലുള്ള ഏറ്റവും ചെറിയൊരു വാചകമാണ് നിസ്കാരവുമായി ബന്ധപ്പെട്ട് തുസല്ലി ബിലാ ഖൽബ്, മനസ്സില്ലാതെയാണ് എന്റെ നിസ്കാരം. മനസ്സില്ലാത്ത നിസ്കാരം, മനസാന്നിധ്യമില്ലാത്ത നിസ്കാരം, ഹുദൂറുൽ ഖൽബില്ലാത്ത നിസ്കാരം. നീ ആ നേരത്ത് പറയുന്നത് തുസല്ലി ബിലാ ഖൽബിൻ സ്വലാതൻ ബിമിസ്ലിഹാ യകൂനുൽ ഫതാ മുസ്തൗജിബൻ ലിൽഉഖൂബതി. നീ നിസ്കരിക്കുന്ന നിസ്കാരം, അല്ലാഹുവിന്റെ മുമ്പിൽ നടത്തുന്ന നിസ്കാരം പടച്ചോന്റെ മുമ്പിലുള്ള മിഅ്റാജല്ല, തിരുഹദ്റത്തിലേക്കുള്ള ആനയിക്കപ്പെടലല്ല, പടച്ച മുമ്പിൽ പോയിട്ടുള്ള അപദാനങ്ങളുടെ വാഴ്ത്തലല്ല. എന്റെ നിസ്കാരം കുറ്റം വരുത്തുന്ന, നരകം നിർബന്ധമാക്കുന്ന, അനിവാര്യമായും വൈലെന്ന നരകത്തിന്റെ ചെരുവെന്നൊക്കെ ഖുർആനിൽ പറഞ്ഞ ആ വൈല് കിട്ടുന്ന നിസ്കാരക്കാരനാ. ശരിയല്ലേ നമ്മുടെ നിസ്കാരം? ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. ഇതിന്റെ ഒരർത്ഥം പറയുന്നത് നിസ്കാരത്തിന്റെ അകത്ത് നിസ്കാരത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ തീർത്തും അശ്രദ്ധമായിട്ട് നിസ്കരിക്കുക. ഒരർത്ഥം നിസ്കാരത്തെയും വിട്ട് നിസ്കാരത്തെ തന്നെ ശ്രദ്ധിക്കാതെ അവഗണിച്ചുകൊണ്ട് മറന്ന് ജീവിക്കുക. എന്തോ ആവട്ടെ, നിസ്കാരത്തിനുണ്ടല്ലോ കുറ്റം, നിസ്കരിക്കണവർക്കും ഉണ്ടല്ലോ കുറ്റം. ആ കുറ്റമാണ് നിന്റെ കുറ്റം. കാരണം മനസ്സാന്നിധ്യമില്ലാത്ത നിന്റെ നിസ്കാരത്തിൽ നിന്റെ കർമ്മങ്ങൾ നീട്ടി നീട്ടി നീ മസാലൊപ്പിക്കാം. നിസ്കരിച്ച് മറ്റെന്തോ ആലോചിച്ചപ്പോ, മുസ്ലിയാര് മസാല ആലോചിച്ചപ്പോ, കച്ചവടക്കാരൻ കച്ചവടം ആലോചിച്ചപ്പോ, പുതിയ പെണ്ണ് കെട്ടിയവൻ പെണ്ണ് കെട്ടിയവൻ ആലോചിച്ചപ്പോ, കുഞ്ഞ് പിറന്ന് ആശുപത്രിയിൽ കിടക്കുന്നവൻ കുഞ്ഞിനെ കുറിച്ച് ആലോചിച്ചപ്പോ, രോഗം പിടിപെട്ടവൻ രോഗത്തെ കുറിച്ച് ആലോചിച്ചപ്പോ, എന്തോ ആലോചനയിൽ നീണ്ടു പോയിട്ട് നിസ്കരിച്ച റക്അത്ത് പോലും ഇല്ലാത്ത വിധത്തിൽ നിന്റെ റക്അത്ത് അങ്ങ് നീണ്ടുപോയി. എത്രയോ നിസ്കരിച്ചു അറിയാതെയായി. ആ അറിയാത്ത നിസ്കാരത്തിലേക്ക് നീ എത്തിയപ്പോ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു അബ്ദ് നിസ്കരിക്കുന്നു, അവന്റെ നിസ്കാരത്തിന്റെ പകുതി അവന് രേഖപ്പെടുത്തുന്നില്ല, അവന്റെ 1/3 അവന് രേഖപ്പെടുത്തുന്നില്ല. എല്ലാം പോയിട്ട് നബി തങ്ങൾ പറഞ്ഞു, വലാ ഉശുറുഹാ, 10 പോലും അവന് രേഖപ്പെടുത്തപ്പെടാത്ത നിസ്കാരം. എവിടെയാണ് നമ്മുടെ നിസ്കാരം? ധർമ്മത്തിനൊത്ത്, നിയമത്തിനൊത്ത്, ഫിഖ്ഹിനൊത്ത് സാക്ഷിയാകണമെങ്കിലും സഹീഹാവണമെങ്കിൽ തന്നെയും നമ്മുടെ നിസ്കാരം ആദ്യ സെക്കൻഡിൽ ഒരു ഖുശൂഅ് വേണം. ദുഹർ എന്ന ഫർദ് അല്ലാഹു നിസ്കരിക്കുന്നു, ഈ വിചാരമില്ലാതെ നിസ്കാരം ശരിയാവൂല. അസ്ർ എന്ന ഫർദ് അല്ലാഹു നിസ്കരിക്കുന്നു, മഗ്രിബ് എന്ന ഫർദ് അല്ലാഹു നിസ്കരിക്കുന്നു. ഇത് മനസ്സിന്റെ അകത്ത് വിചാരിക്കുമ്പോൾ ആ വിചാരമുണ്ടെങ്കിൽ ഈ ഒരംശം മാത്രമാണ് സ്വഹീഹായ നിസ്കാരത്തിൽ നമുക്ക് രേഖപ്പെടുത്തപ്പെടുന്ന അളവ്. അതിനപ്പുറമുള്ളത് ആലോചന പോയിട്ട് നമ്മൾ നടത്തുന്നതൊക്കെ ഞാൻ ഇപ്പൊ നിസ്കരിച്ചത് 3, അത് റക്അത്ത് 4. അപ്പൊ മസാല എന്താ? 3 പിടിക്കണം, നിക്കരിക്കണ്ട 4. ഇതന്നെ മസാല തിരിയണോന്നുള്ളു കിട്ടുക, അല്ലാത്തവന് അതും കിട്ടൂല. അല്ലാത്തോ ആകെ പരിഭ്രമിച്ചു. ഇനിയിപ്പൊ എന്താ, ഞാൻ മടിക്കടക്കണം, സലാം പഠിക്കും, സലാം പറഞ്ഞിട്ട് പോരും. ഇതാണ് ഇപ്പൊ ഈ ഏറെ ഉണ്ടാക്കിയ നിക്കാരക്കാര കഥ.
പള്ളിക്ക് ഇങ്ങനെ വന്ന് നിസ്കാരക്കാരനെയാന്ന് പറയുന്ന ആ നിസ്കാരക്കാർ അധികത്തിന്റെയും കഥ ഒരു മറതി നിസ്കാരത്തിൽ ബന്ധപ്പെട്ടാൽ എന്ത് ചെയ്യൂന്ന് അറിഞ്ഞൂടാ, ഒന്നും അറിഞ്ഞൂടാത്ത വിധായിരിക്കും. നമ്മൾ തിരിയുന്നവരെ പറ്റിയ ഇസ്മായിൽ സുബൈദി ഫഖീഹ, അദ്ദേഹം എല്ലാവർക്കും ഫിഖ് തിരിയുമെന്ന് എഴുതിയിട്ടാ മൂപ്പർ പറയുന്നത്. ദുഷ്കം കൽപ്പിക്കപ്പെട്ടത് കൊണ്ടുവന്നിരിക്കുന്നുവെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി 3 4 എന്ന് സംശയം വന്നാ 3 4 നിസ്കരിച്ചു കൊടുക്കുക, 2 3 എന്ന് സംശയം വന്നാ 2 എന്ന് നിരൂപിക്കുക, വീണ്ടും നിസ്കരിക്കുക, 1 2 എന്ന് വന്നാ 1 എന്ന് ഉറപ്പിക്കുക, എന്നിട്ട് ബാക്കി നിസ്കരിക്കുക. അങ്ങനെ നീട്ടി നീട്ടി നോക്കുമ്പോ 14 15 ഉറക്കെത്തിയാലും എനിക്ക് 4 തേഞ്ഞിട്ടുണ്ടാവൂല. ഇതാണ് എന്റെ നിസ്കാരം. ഇനി ആ നിസ്കാരത്തിന്റെ അകത്തിന്റെ നാക്കുകൊണ്ട് നീ മൊഴിയുന്നതോ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ എന്ന് പറയുമ്പോഴേക്ക് പടച്ച തമ്പുരാൻ തന്റെ ജലാലോടുകൂടെ തന്റെ മഹത്വത്തോടുകൂടെ തന്റെ കൺമുമ്പിൽ വന്ന് നിൽക്കുന്നു. തന്റെ 2 കണ്ണുകൾക്ക് നടുവിൽ ഇതാ അല്ലാഹ് എന്ന് കണ്ടുകൊണ്ട് പറയാൻ വേണ്ടി നിർദ്ദേശിക്കപ്പെട്ട ഇയ്യാക, നിനക്ക് മാത്രമാണ് റബ്ബേ നഅ്ബുദു, ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നത്, വ ഇയ്യാക നസ്തഈൻ, ഞങ്ങളുടെ ഇബാദത്ത് എന്ന് പറഞ്ഞത് അബദ്ധമായി പോയോ? ആ ഇബാദത്ത് തന്നെ ചെയ്യണമെങ്കിൽ നിന്റെ സഹായം വേണ്ടേ? പടച്ചവനെ, സകലത്തിലും നിന്റെ സഹായമാണ് ഞങ്ങൾക്ക് എന്ന് നീ പടച്ചവനെ എന്ന് സംബോധന ചെയ്യുമ്പോ അലാ വൈരിഹി ഫീഹാ ലിവൈരി ദറൂറതി, അത്യാവശ്യമില്ലാതെ ഗത്യന്തരമില്ലായ്മയില്ലാതെ ബുദ്ധിമുട്ടില്ലാതെ തന്നെ നീ മറ്റാരേക്കോ ചിന്തിക്കുന്നു. പോത്തിനെ കുറിച്ച് ആലോചിച്ചിട്ട് ഇയ്യാക്കാന്നറിയുന്നവനുണ്ട്, മുതുകാടിനെ കുറിച്ച് ആലോചിച്ച് ഇയ്യാക്കാന്നറിയുന്നവനുണ്ട്, മുഖ്യമന്ത്രിയെ ആലോചിച്ചുകൊണ്ട് ഇയ്യാക്കാന്നറിയുന്നവനുണ്ട്, വീട്ടിലെ പെണ്ണിനെ ആലോചിച്ചിട്ട് ഇയ്യാക്കാന്നറിയുന്നവനുണ്ട്, തന്റെ കുട്ടിയെ ആലോചിച്ച് ഇയ്യാക്കാന്നറിയുന്നവനുണ്ട്, സ്വർണ്ണക്കട ആലോചിച്ച് ഇയ്യാക്കാന്നറിയുന്നവനുണ്ട്, പലചരക്കിന്റെ കട ആലോചിച്ചിട്ട് ഇയ്യാക്കാന്നറിയുന്നവനുണ്ട്. കാണുക നമ്മൾ ഇയ്യാക്ക പടച്ചോനെ പടച്ചോനെ എന്നറിയോ? മനസ്സെവിടെയാ? നിന്നോടൊരാൾ സ്വകാര്യം പറയാ ഒറ്റക്ക്, നീയും അയാളും തമ്മിൽ സംഭാഷണം നടത്തുമ്പോ നീ അങ്ങോട്ടവനോട് സംസാരിക്കുമ്പോ അവൻ വേറോർക്കോ നോക്കുകയാണെങ്കിൽ എവിടെക്കാണ് കുതിരച്ച് നോക്കണമെന്ന് നീ പറയില്ലേ? തങ്ങൾ ചോദിക്കാം, നിന്നോട് സംഭാഷണം നടത്തുന്നവൻ നിന്റെ മുഖത്തേക്ക് നോക്കുന്നതിന് പകരം മുഖം മറ്റൊരിടത്തേക്ക് തിരിച്ചാൽ നീ ദേഷ്യം കൊണ്ട് പക കൊണ്ട് എവിടെയോ നീ ഞാൻ സംസാരിക്കുന്ന കേൾക്കുന്നില്ലേ എന്ന് ചോദിക്കൂലേ? രാജാതിരാജനായ റബ്ബന്റെ മുമ്പിൽ നിന്നിട്ട് ഇത് പറയാൻ നാണമില്ലല്ലോ? നിന്റെ മനസ്സ് കാണുന്ന നാഥൻ, ഹൃദയത്തിൽ നിരൂപിക്കുന്ന ചിത്രം കാണുന്ന നാഥൻ, നിന്റെ കച്ചവടത്തെ കാണുന്ന നാഥൻ, നിന്റെ കുട്ടിയെ കാണുന്ന നാഥൻ, നിന്റെ കെട്ടുറ കാണുന്ന നാഥൻ, നിന്റെ ദുന്യാവിന്റെ കെട്ടുപാടുകൾ കാണുന്ന നാഥൻ, ആ നാഥൻ നിന്റെ മനസ്സിലേക്ക് നോക്കുമ്പോ, ആ അള്ളാഹു നോക്കുമ്പോ ഇത് കണ്ടിട്ട് എന്റെ മുമ്പിലാണ് എന്റെ ഇബാദത്ത്, നിന്നോടാണ് എന്റെ സഹായം എന്ന് പറയുന്നത് നാണമില്ലോ പടച്ചവന്റെ മുമ്പിൽ പറയാൻ? നിനക്ക് അള്ളാന്റെ മുമ്പിൽ നിൽക്കാൻ യാതൊരു നാണവുമില്ലേ എന്ന് മഹാനായ ഫഖീഹ് ഇസ്മായിൽ തങ്ങൾ ചോദിച്ച നിസ്കാരം ഞാനും നിങ്ങളും നിസ്കരിച്ചങ്ങനെ തീരുമ്പോ നിസ്കാരത്തിന്റെ ഗുണഫലങ്ങളൊന്നുമില്ല, സത്ഫലങ്ങളൊന്നുമില്ല, മിഅ്റാജുമില്ല, ഇസ്രാവുമില്ല, ഒന്നുമില്ല. ഈ രീതിയിലുള്ള നിസ്കാരത്തിന് ഒരു ഖുശൂഉം പ്രദാനം ചെയ്യാൻ കഴിയുകയുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കാരം കൊണ്ട് കിട്ടുന്നതൊക്കെ നേടാനും സത്ഫലങ്ങളൊക്കെ ലഭിക്കാനും പറ്റുന്ന രീതിയിൽ 2 റക്അത്തെങ്കിലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിസ്കരിക്കാൻ നമുക്ക് അല്ലാഹു സൗഭാഗ്യം നൽകുമാറാവട്ടെ. സഹിഹാവുന്ന വിധത്തിലെങ്കിലും 5 വഖത്ത് നിസ്കാരങ്ങൾ ഫറലാക്കപ്പെട്ട് നിർവഹിക്കാൻ അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ആശ തീരുവോളം ഒരു 2 റക്അത്ത് പടച്ചവന്റെ മുമ്പിൽ നിന്നിട്ട്, അതൊക്കെ വളരെ കഠിന. സ്വഹാബികൾ തന്നെ ചിലരൊക്കെ പെട്ടെന്ന് കഴിക്കും, വളരെ പെട്ടെന്ന്. മഹാനായ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു 3 റക്അത്ത്
റക്കഅത്ത് 4 റക്കഅത്തൊക്കെ വേഗം കഴിക്കും. സാധാരണ സ്വഹാബികൾ നിസ്കരിക്കണ കണക്കിന് നിസ്കരിക്കൂല എന്നർത്ഥം. നമ്മളെ മാതിരി വേഗമൊന്നുമല്ല, തൊട്ടു നമസ്കാരമല്ല, കാമിരന്നെ. പക്ഷെ സാധാരണ സ്വഹാബികൾ ദീർഘിപ്പിക്കുന്ന പോലെ ഓത്ത് ദീർഘിപ്പിക്കൂല. അദ്ദേഹത്തോട് ചോദിച്ചു, ആ അബൽ യഖ്ലാൻ, നബിന്റെ സ്വഹാബിമാര് സാധാരണ നിസ്കരിക്കുന്നത് പോലെ നിങ്ങൾ നിസ്കരിക്കുന്നതാണല്ലോ എളുപ്പം. അദ്ദേഹം അന്നേരം പറഞ്ഞ ഹദീസാ ഞാൻ ഓതി വെച്ച ഹദീസ്. നിങ്ങൾക്കറിയോ, അള്ളാന്റെ റസൂല് പറഞ്ഞത് അടിയാന്റെ നിസ്കാരത്തിൽ നിന്ന് ഓന് പകുതിയും കിട്ടൂല, 3-ലൊന്നും കിട്ടൂല, 1/4 കിട്ടൂല, 6-ലൊന്നും കിട്ടൂല, 5-ലൊന്നും കിട്ടൂല, 10-ലൊന്നു പോലും കിട്ടാത്തവനായിരിക്കും ഒരാൾ. മനസ്സിന്റെ അകത്ത് എന്തോ ഉള്ളത് അള്ളാനെ നിരൂപിച്ചത് അതേ നിസ്കാരത്തിൽ നിന്നുള്ളൂന്ന. ഈ ധൃതിയിലുള്ള നേരത്തിന്റെ അകത്തെങ്കിലും പടച്ചോനല്ലാത്ത മറ്റൊന്ന് മനസ്സിൽ വരാത്ത സമയം നിസ്കരിക്കാൻ വേണ്ടിയാ ഞാൻ നിസ്കരിക്കാൻ. അങ്ങനെയെങ്കിലും അവർക്ക് പറ്റി, നമുക്ക് പറ്റുമോ? അള്ളാഹു സാധിപ്പിച്ചു നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.